Smoking causes cancer. Smoking kills. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. Liquor drinking is injurious to health. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. നിവാസിയെപ്പറ്റി പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കഥ പറയാം. പണ്ട് കാലത്ത് ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരേ ഒരു മകൻ. അവൻ യുദ്ധമുറകൾ അഭ്യസിക്കുന്നതിൽ വളരെ കേമനായിരുന്നു. അവൻ്റെ ഗുരുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അവൻ. രാജകുമാരനെ രാജാവായി വാഴിക്കാൻ പണ്ഡിതന്മാർ ഒരു സമയം കുറിച്ചു. പക്ഷേ അതിനുവേണ്ടി രാജാവ് കുറച്ച് നിബന്ധനകൾ വെച്ചിരുന്നു. അവൻ്റെ കയ്യിൽ കുറച്ച് പണം കൊടുത്ത് രാജാവായല്ലാതെ രാജാവിൻ്റെ വേഷമില്ലാതെ സാധാരണക്കാരനായി മറ്റു രാജ്യങ്ങളെയെല്ലാം നിരീക്ഷിച്ച് തിരിച്ചു വരാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ എത്ര വലിയവനായാലും ഈ ലോകത്തെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടായാൽ മാത്രമേ സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടറിയാനും ജീവിതത്തിൻ്റെ അർത്ഥമറിയാനും സാധിക്കൂ എന്ന് രാജാവ് നിർദ്ദേശിച്ചു. അങ്ങനെ യുവരാജാവ് ദേശാടനം ആരംഭിക്കുന്നു. അങ്ങനെ യുവരാജാവ് നദികളും മലകളും എല്ലാം കടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്ന വളരെയധികം രാജ്യങ്ങളും സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു രാജാവായല്ല വന്നത്, മറിച്ച് അനുഭവ സമ്പത്തുകൾ നേടിയ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ്. അതുപോലെ ഈ കഥയും ഈ നിവാസിയും ഇതുപോലെ തന്നെ ഒരു കഥയാണ്. ഇനി നിങ്ങളും ഇത് കണ്ടു നോക്കിയിട്ട് പറയും. എന്താടോ സൂര്യ, താൻ ചെയ്തു തെറിഞ്ഞ് ഞാൻ തന്നെ ഷോക്കായിപ്പോയി. നീ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ട് 25 വർഷമായി. എന്തെങ്കിലും ബിസിനസിന്റെ ആവശ്യത്തിനല്ലാതെ ഇങ്ങോട്ടേക്ക് വരാറേയില്ല. തനിക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? ശരിക്കും എന്താ കാര്യം? ഇന്ത്യയിൽ നിൽക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കഴിക്കും. പ്രോബ്ലം ഇന്ത്യയിലല്ലടാ, എൻ്റെ വീട്ടിലാണ് പ്രശ്നം. അത് പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല, അതൊരു സൊല്യൂഷനാണ്. എമോഷണൽ സൊല്യൂഷൻ. എനിക്ക് മനസ്സിലായില്ല. ആ ഇമോഷന്റെ പേര് വിവൻ ആദിത്യ. ഈ സൂര്യനാരായണ വർമ്മയ്ക്ക് 25 വർഷമായുള്ള ഇമോഷനാ. വൺ ആൻഡ് ഓൺലി വൺ ആൻഡ് മൈ സൺ വിവൻ ആദിത്യ. ആദിത്യക്ക് എന്താടാ കുഴപ്പം? അവൻ കിങ്ങല്ലേ? സൂര്യനാരായണന്റെ ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് ഇപ്പോഴത്തെ അധികാരി അവൻ തന്നെയാണല്ലോ. സമ്പാദ്യം, കഴിവ്, അറിവ് എല്ലാം ഉണ്ടവന്. നിനക്കിനി വേറെ എന്താടാ ആവശ്യം? ആവശ്യമുണ്ടാ? ഇനി ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അവൻ ഇതുവരെ ജീവിച്ചു തീർത്ത ജീവിതം എന്റെ ഔദാര്യത്തിലായിരുന്നു. അവൻ മുൾപാത എന്താണെന്ന് മനസ്സിലാക്കണം. മുള്ളു കുത്തുമ്പോഴുള്ള വേദന എന്താണെന്ന് മനസ്സിലാക്കണം. പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. നഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അടിസ്ഥാന മൂല്യങ്ങൾ എന്താണെന്ന് അറിയണം. അതിന് പിന്നിലുള്ള വികാരങ്ങൾ എന്താണെന്ന് അറിയണം. മനുഷ്യരെ മനസ്സിലാക്കണം. അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കണം. ആ വേദനകൾക്ക് പിന്നിലുള്ള ജീവിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. അവൻ ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് അവനെ തന്നെ മനസ്സിലാക്കണം. അതിനൊക്കെ അപ്പുറത്തേക്ക് അവന്റെ ഉള്ളിലെ അവനെ അവൻ സ്വയം തിരിച്ചറിയുകയും വേണം. 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ സൂര്യനാരായണൻ എങ്ങനെയായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കണം. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അവൻ പഠിക്കണം.
അതൊക്കെ ശരി. അതിനിപ്പോ താൻ എന്ത് ചെയ്യാനാ വിചാരിക്കുന്നത്? വിചാരിക്കാൻ എന്താടാ ഉള്ളത്? ഞാനതെല്ലാം പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അവനെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് വന്നു, അത്ര തന്നെ. വായോ വായോ പാടമ്പുത്തേ തകതിമിതേ ഓ വേഗം വാടി നാത്തൂനാരെ കൊയ്തെടുക്കാൻ. വായോ വായോ പാടമ്പുത്തേ തകതിമിതേ ഓ വേഗം വാടി നാത്തൂനാരെ കൊയ്തെടുക്കാൻ. മനസ്സേ തുള്ളാട്ടം, ഞാനിതോ സ്വർഗത്തിൽ വിരിയുമീ തളിരിലായി നീരദം പൊഴിയുന്നേ. അത് കാണടേ, ഇത് നോക്കടേ, ഹാ ഈ ജീവിതം, ഹാ ഇതെന്ത് സുന്ദരം. ഇവിടെയാണ് ഭൂമിയിലെ സ്വർഗം കൂട്ടരെ. ഇവിടെ സൂപ്പർ, അവിടെ സൂപ്പർ, എത്ര സൂപ്പറാ. പട്ടണത്തിലൊന്നുമില്ല ഇത്ര പരിമളം. ഇങ്ങു വന്നു ചേർന്നതെന്റെ പൂർവ പുണ്യമേ. അതന്തനാന തന്തനാന പാടിപ്പോയിടാം, പോയിടാം. ചലോ ചലോ ഈ ചന്തമാർന്ന മാനസങ്ങൾ കണ്ട മാത്രയിൽ സ്വദേശമേ എന്നു ഞാൻ ഓർത്തുപോയി. വായോ വായോ പാടമ്പുത്തേ തകതിമിതേ ഓ വേഗം വാടി നാത്തൂനാരെ കൊയ്തെടുക്കാൻ. വായോ വായോ പാടമ്പുത്തേ തകതിമിതേ ഓ വേഗം വാടി നാത്തൂനാരെ കൊയ്തെടുക്കാൻ. ഇവിടെയൊരു കുടില് കെട്ടി പാർക്കുവാൻ കൊതി, ഈ കാറ്റുമേറ്റുറങ്ങുവാൻ ആശയേറിയേ. അങ്ങ് ദൂരെ ചോലയില് മുങ്ങി നീർന്നിടാൻ മാനസത്തിനെന്തുമാത്രം ആശയാണെന്നോ. അതന്തനാന തന്തനാന പാടിപ്പോയിടാം, ഈ നാടിതേ സുരാങ്കണം. നിറഞ്ഞ എൻ മനസ്സിതോമ തിരികെ പോകുവാൻ സമയമായിതാ തരുണലോകമേ. വായോ വായോ പാടമ്പുത്തേ തകതിമിതേ ഓ വേഗം വാടി നാത്തൂനാരെ കൊയ്തെടുക്കാൻ. വായോ വായോ പാടമ്പുത്തേ തകതിമിതേ ഓ വേഗം വാടി നാത്തൂനാരെ കൊയ്തെടുക്കാൻ. ഹായ് ബ്രോ, ഐ വോണ്ട് എ ലിഫ്റ്റ്. ഒറ്റയ്ക്ക് ഓടിച്ച് ഞാനും വയ്യാണ്ടായിട്ടിരിക്കുക. കുറെ നേരമായിട്ട് ഞാനും തനിച്ച് വണ്ടി ഓടിക്കാന്നേ. നിങ്ങൾക്ക് വേണ്ടത് ലിഫ്റ്റാണ്, എനിക്ക് വേണ്ട കമ്പനിയാണ്. അപ്പൊ പറയ്, കൊള്ളാവുന്ന കുടുംബത്തിലെ പോലെ ഉണ്ടല്ലോ. എന്നിട്ട് ഈ കാട്ടിനകത്ത് ചുമ്മാ ബാഗും തൂക്കി പിടിച്ച് നടക്കുന്നത് എങ്ങോട്ടാ? സമയം ശരിയില്ലെങ്കിൽ ഈശ്വരൻ പോലും കഷ്ടപ്പെടും. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. സൂപ്പർ ബ്രോ. കഷ്ടപ്പെടുന്ന എന്നെ ദൈവത്തിനോട് ഉപയോഗിച്ചില്ലേ? നല്ല ഇൻട്രസ്റ്റിംഗ് ആളാ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, പറയ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, പകരം സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്ക്. ഞാൻ ഫോറിൻ റിട്ടേൺ, എപ്പോഴും AC കാറിൽ മാത്രം സഞ്ചരിക്കാറ്. ഇപ്പൊ കുറച്ച് ബാഡ് ടൈമാ, അതുകൊണ്ട് നിന്റെ മുന്നിൽ നിൽക്കുന്നു. പക്ഷെ ഈ നിമിഷം പോലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാ. സോ ഐ എം ഫൈൻ. റോയൽ എൻഫീൽഡ് പറഞ്ഞല്ലേ ഏതാണ്ടൊക്കെ മനസ്സിലായ, പക്ഷെ ഒന്നും മനസ്സിലാവാത്ത പോലെ. ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നേ. നിങ്ങൾക്ക് എവിടം വരെ പോണോ അവിടം വരെ ഞാൻ ലിഫ്റ്റ് തരാം. എനിക്ക് ലിഫ്റ്റ് വേണ്ട ബ്രോ, എനിക്ക് ബൈക്കാ. അയ്യോ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാ. പറയാൻ ഇഷ്ടമല്ലെങ്കിൽ ഒന്നും പറയണ്ട. ബൈക്കൊന്നും തരാനൊന്നും പറ്റില്ല. കൂൾ ബ്രോ, എനിക്ക് ഈ ബൈക്ക് തന്നെ വേണം. ബൈക്ക് വേണം തന്നെയാണോ ചോദിച്ചേ? ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്? കാശില്ലാതെ വീട്ടിലേക്ക് വന്ന നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. മൊത്തം 2 ലക്ഷം രൂപ. ഓൺ റോഡ് പ്രൈസ് എത്ര പറയാ? 1.75 ഉറപ്പിക്കാം. ഓൾറൈറ്റ്. Here.
റോഡ് പ്രൈസ് എന്ന് പറഞ്ഞ ഇതാണല്ലേ? 50, 75, 175. ആദ്യം ചോദിച്ച കാശ് തന്നെ തരുന്നത് മാന്യത. ഡീൽ ഓക്കെ അല്ലെങ്കിൽ പൈസ അല്ല വേണ്ട, ഇത് മതി. കൊണ്ടോക്കോ. പിന്നെ സൂക്ഷിച്ച് ഓടിക്കണേ എന്റെ ജീവൻ. ഓക്കെ, താങ്ക് യു. ബൈ ബ്രോ. ബൈ. ഇനി എനിക്കാരും ലിഫ്റ്റ് തരാനാ? ബ്രോ, ലിഫ്റ്റ് വേണോ? കിട്ടിയാ കൊള്ളാം. ഓക്കെ, താങ്ക് യു. യോ ഗുഡ് നൈം ബ്രോ. എന്റെ പേരാ തങ്കം. യു മീൻ ഗോൾഡ്? ആ, ഓ നൈസ്. പൊതുവേ ഇന്ത്യയിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാന്താണ്. അതുകൊണ്ട് എല്ലാവരും എന്റെ പുറകെ നിന്ന് വരട്ടെന്ന് വെച്ചാ അമ്മ എനിക്ക് തങ്കം സോമരാജ് ഷെട്ടി എന്ന് പേരിട്ടത്. ഓ നൈസ്, ദാറ്റ്സ് റിയലി നൈസ്. അല്ല ബ്രോ, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ എൻ്റെ ഡാഡി ഇങ്ങോട്ടേക്ക് അയച്ചതാണ്. അതിന് ഈ ഗ്രാമത്തിൽ എന്താ ഉള്ളത്? കുറെ തണ്ടി തിരിച്ച് നടക്കുന്ന ആൾക്കാർ. കപ്പിൾ ഓഫ് ഡേയ്സ് മുൻപ് എൻ്റെ ഡാഡി എന്നെ വിളിച്ചിരുന്നു. എടാ വിവൻ, നീ ഇടയ്ക്കിടയ്ക്ക് ഔട്ടിങ് പോകുന്നതല്ലേ? ഇത്തവണ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പോകാൻ പറ്റുമോന്ന് ചോദിച്ചു. സ്ഥലം ഏതാണെന്ന് പറയാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. നീ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ തന്നെ കാണും. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ബ്രോ. ഇവിടെ ഈ പേരാമ്പൂരില്ലേ, എനിക്ക് അവിടേക്കാണ് പോകണ്ടേ. യു നോ വൺ തിങ് ബ്രോ, എൻ്റെ കാര്യങ്ങൾ ആരും തലയിടാറില്ല. പക്ഷെ ഇത്തവണ എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് തന്നത് ഡാഡിയാണ്. ഇതിലിപ്പോൾ രസം എന്താണെന്ന് ചോദിച്ചാൽ $5,000 കയ്യിൽ തന്നിട്ട് കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നടക്കുക? മാത്രമല്ല ഡാഡ് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയുള്ളതാണെന്നറിയോ? പോകുന്ന വഴിക്ക് എല്ലാവരോടും സംസാരിക്കണം, പക്ഷെ നമ്മെക്കുറിച്ച് ഒന്നും വെളിപ്പെടുത്തരുത്. എന്തൊക്കെ അത്യാവശ്യം വന്നാലും അവരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങരുത്. മൊബൈൽ ഫോൺ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ പോകേണ്ട അഡ്രസ്സ് പോലും ആരോടെങ്കിലും ചോദിച്ചാലേ പറ്റുള്ളൂ. ആണോ? അപ്പോഴേ എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ബ്രോ, വഴിയിൽ നോ ഹോട്ടൽസ് നോ മോട്ടൽസ്. പിന്നെ എവിടെ നിർത്താനാ? അതിനിപ്പോ എന്താ, പോകുന്ന വഴിക്ക് കുറെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, എവിടെയെങ്കിലും നിർത്തിയാൽ മതി. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ. ഹോട്ടൽ എവിടെയാണ് ബ്രോ? നിർത്തിക്കോ. ഹേയ്, വാട്ട്സ് ദിസ് ബ്രോ? ഈ കാണുന്ന ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽ. അകത്തിരുന്ന നോൺ AC, പുറത്തിരുന്ന AC. ആ നടക്ക്. ഓ ഗോഡ്. ഇരിക്കൂ ബ്രോ. വൈ ഇസ് ഇറ്റ് സോ ഡേർട്ടി? ഹാർട്ട് കുളിപ്പിക്കേണ്ടി വരുന്നത്. എടാ മോനെ, ബ്രോ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ബ്രോ, ഐ വാണ്ട് 1 cheese burger and 1 coke. അതൊന്നും ഇവിടെ കിട്ടില്ല. അപ്പഴേ മോനെ, ഇഡ്ഡലി ഉണ്ടെങ്കിൽ താ. ഇല്ല. പൂരിയ? ഇല്ല. ദോശ ഉണ്ടാവില്ലേ? ഇല്ല. ചപ്പാത്തി തന്നാ മതി. ചപ്പാത്തി ഒന്നും ഇല്ലെന്നേ. പിന്നെ എന്താ ഉള്ളേന്ന് പറ. ഉപ്പുമാവ്. എന്നാ അതാ. അത് വേണം തരാം. ഉപ്പുമാവ് കഴി. ബ്രോ, സ്പൂൺ. ഹേയ്, സ്പൂൺ എന്താ തരാത്തെ? എന്നാ പിടിച്ചോ. വാട്ട്സ് ദിസ് ബ്രോ? സ്റ്റുപ്പിഡ് ഫെല്ലോ. ഔട്ട്. എന്നാ കഴിക്ക്. ബ്രോ, ഐ ഡോണ്ട് വാണ്ട് ദിസ്. പ്ലീസ് 1 bottle water. അതെ, ഫുഡ് മാത്രം തന്നാ പറ, വെള്ളമില്ലേ? ഇപ്പൊ കൊണ്ടുവരാന്നേ. എന്തിനാണ് ഒച്ച വെക്കുന്നേ? What is this? Dirty water. ഫോറിന് ഇപ്പൊ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയതാ. കുറച്ച് വൃത്തി വേണ്ടേ? ഒരു ദിവസം 3 പ്രാവശ്യം ഞാൻ ലണ്ടനിൽ പോയൊക്കെ വരുന്നുണ്ട്. ലണ്ടനിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ടോ? സീരിയസ്ലി? ഇവിടെ ഫോറിനിൽ പോകാനായിട്ട് വിസയുടെ ഒന്നും ആവശ്യമില്ല. ഒരു ചെമ്പെടുത്തോണ്ടേ ആ കാട്ടിലേക്ക് പോയിരുന്നാ മതി. അതെ, വലത് കൈ കൊണ്ട് വേണ്ട തരാൻ. ഇടത് കൈ കൊണ്ടാണ് ഇങ്ങനെ വെള്ളം തരുന്നേ. അതെ, ദോശ ചുടുമ്പോഴേ ഈ ഇടത് കൈയിലെ വിരലൊന്ന് പൊള്ളി. അതുകൊണ്ടാണ് ഞാൻ വലത് കൈ കൊണ്ട് എടുത്തോണ്ട് വന്നത്. കുടിക്ക്. Hey, you go. എടോ, എന്തിനാ ഒച്ച വെക്കുന്നത്? It's raining bro. എടാ, നിന്റെ വായന്ന് തെറിക്കുന്ന തുപ്പൽ കൊണ്ട് 2 ഏക്കർ സ്ഥലം നനയ്ക്കാം. ഇങ്ങനെ മഴയാണെന്ന് വിചാരിച്ചേ. ഇത്തിരി കൊണ്ട് നീങ്ങിക്ക്. അധികം ഒച്ച വെക്കാന്നുണ്ടാ ചാറ്റൽ മഴ. വലുതായിട്ട് ഒച്ച വെച്ചാലേ പെരുമഴ വരും. കേറ്റ്. എടാ, പാത്രമൊക്കെ പെട്ടെന്ന് കഴിവ് വെക്കടാ. അതെ. എന്നാ പിന്നെ ഈ ഉപ്പുമാവിൽ ഉപ്പില്ലടാ. ഉപ്പുമാവിൽ ഉപ്പില്ലേ? ഇപ്പൊ ശരി. ഉപ്പില്ല പോലും, ഉപ്പില്ല. എന്തിനാ ഇവരൊക്കെ ജാട കാണിക്കുന്നേ? പിന്നെ ഉപ്പില്ല കാരണേ. കഴിക്ക്. ഞാൻ വാരത്തിനാ. കഴിക്ക്. അതിന് ഉപ്പില്ലേ? നോക്കാം. നല്ല അടിപൊളി ഉപ്പുമാവ്. ബ്രോ വന്നേ. കുറച്ചെങ്കിലും നീറ്റായിട്ട് ജീവിക്കാൻ നോക്കണോ? നിനക്കൊക്കെ ഭയങ്കര വൃത്തിയാണല്ലോ. കക്കൂസിൽ വെള്ളത്തിന് പകരം പേപ്പർ ഉപയോഗിക്കുന്ന നീയൊക്കെയല്ലേടാ? കാശ് കൊടുത്തിട്ട് പോടേ. ഉള്ള മുഴുവൻ കഴിച്ച നീയല്ലേ? എന്നിട്ട് ഞങ്ങൾ നിന്റെ ബില്ല് തരുന്നേ. ബ്രോ ഇറങ്ങിക്കോളൂ. ഉപ്പില്ല കോപ്പില്ല എന്നും പറഞ്ഞിട്ട് സാധനം മേടിച്ച് വെച്ചു കാശും തരത്തില്ല. പന്നമാറികൾ എവിടുന്ന് വരുന്നടാ അവനൊക്കെ? മലയാളിസിന്റെ വില കളയാൻ വേണ്ടി തെണ്ടികള്. ബായ് എത്രയാ? 100 രൂപ. 100 രൂപ.
ഹൗ മച്ച് ബ്രോ? അത് 100 100 $100 ആ 100 റുപ്പീസ് ഇന്ത്യൻ റുപ്പീസ്. ചീപ്പ് ബ്രോ, ചീപ്പ് ക്വാളിറ്റി. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. ഇന്ത്യയിൽ ഇങ്ങനെയാണ്, ഇതൊക്കെ ബ്രാൻഡഡ് സ്മഗിൾഡ് ഗുഡ്സാ. ഐ ഡോണ്ട് തിങ്ക് സോ. കുറയോ? ഇവിടെ റേറ്റ് ഫിക്സാ. അയ്യോ, ഫിക്സഡ് റേറ്റ് ആണെന്ന് പറയണേ. നോ നോ, ഇറ്റ്സ് ഫിക്സ്ഡ്. ഫിക്സ് ഇറ്റ്. യാ, അല്ല ഭായി, ഇത് പുതിയതാണോ അത് പഴയതാണോ? ബ്രാൻഡ് ന്യൂ, ബ്രാൻഡ് ന്യൂ. ആ. അയ്യേ, ഇതിലാകെ വെള്ളപ്പാണ്ടും പുള്ളിക്കുത്തും ഒക്കെ ആണല്ലോ. അത് ബ്രാൻഡഡ് ആടാ. ബ്രാൻഡഡാ? ഇപ്പൊ ഫോറിനിൽ ഇമ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. ബ്രോ, ഐ ഹാവ് മണി. നമ്മൾ തന്നെ ഇയാളുടെ മോഷ്ടിക്കുന്നു. ഇന്ത്യയിൽ ഇങ്ങനെയാണ് ബ്രോ. ഇന്ത്യയിൽ എല്ലാം വില പേശി വേണം വാങ്ങിക്കാനായിട്ട്. ഇത് ഇന്ത്യൻ സ്റ്റൈലാണ്. നിങ്ങളൊന്നും മിണ്ടാതിരുന്നാ മതി. ഇത് രണ്ടും പിടിച്ചോ. വിളിച്ചാ വിളി കേട്ടൂടെ? വിളിച്ചാ? അലറിക്കൊണ്ടിരിക്കായിരുന്നു. അലറി വിളിച്ചായിരുന്നു. ഇത് കണ്ട, ഇത് A ക്ലാസ് ബ്രാൻഡഡ് ഷർട്ടാണ്. ഏത് ബ്രാൻഡ്? എന്റെ കൊച്ചനെ, ഇത് ആൾ ഔട്ട്. ശരി, ഇതെടുക്കുക. എത്രയെന്ന് പറ? 1200. ഒരു ഷർട്ടിന് 1200 രൂപ. താനെന്താ പറയുന്നത്? നീ പുറകിൽ ഒളിച്ചു വെച്ചില്ലേ 10 ഷർട്ട്, അതിനും കൂടെ ചേർത്താ. കണ്ടല്ലേ? കണ്ട് കണ്ടുപിടിച്ചല്ലോ. അപ്പൊ ഫൈനൽ പ്രൈസ് പറ, എത്രയാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാമേ ഫിക്സഡ് പ്രൈസാ. ഹലോ, അതെ, ഞങ്ങളും ചോറ് തന്നെ തരണേ. ഈ വഴിവെക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് 100 രൂപന്നാ. കാണാൻ ലുക്കണ്ടെന്നുള്ളു. ഞങ്ങള് ദരിദ്രവാസികളാ, കുറയ്ക്ക്. ഒരു കാര്യം ചെയ്, നീ ആദ്യം ഒരു 5 ഷർട്ട് ഒളിച്ചു വെച്ചിരുന്നില്ലേ, അതിനൊരു 50 രൂപ കുറച്ചേക്കാം. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് 4 ഷർട്ട് എടുത്തില്ലേ, അതിന് ഞാനൊരു 50 രൂപ കൂട്ടി തന്നേക്കാം. നിന്റെ തലക്കെന്താ വല്ല പ്രാന്ത് പിടിച്ച? ആ ഷർട്ടിലെ കറയൊക്കെ ഒന്ന് തുടച്ചുകളാ, അല്ലെങ്കിൽ ആരും വാങ്ങില്ല. എവിടെ കറയൊന്നും കാണുന്നില്ലോ. ബ്രോ, അയ്യോ സൈഡിലേക്ക് നിർത്ത്. സാറേ, എടുത്തോ. വണ്ടിയുടെ ബുക്കും പേപ്പറും ലൈസൻസും ഒക്കെ എടുക്കും. ലൈസൻസ്. ഇതെന്താ? ഓ, ഇത് ഇന്ത്യയിൽ എടുക്കത്തില്ല. ഇത് ഇന്റർനാഷണൽ ലൈസൻസ് ആണ് സർ. ഇത് ഇവിടെ കാണിച്ചിട്ട് കാര്യമില്ലാന്ന്. ഒരു മിനിറ്റ്, ഞാൻ സെറ്റ് ചെയ്യാം. അങ്ങോട്ട് മാറി. പറഞ്ഞില്ലേ, നടക്കില്ല. എന്താ സർ? ഇതുകൊണ്ട് ഇവിടെ ഒരു കാര്യമില്ല. ഇവിടുത്തെ പക്ഷേ എന്റെ കയ്യിലുള്ളത് international license ആണ്. ലോക്കൽ ലൈസൻസ് Officer, how do I know? ഇനി ആൾ പറയുന്നത് കേട്ടോ. ശരിക്കും international license എന്താണെന്ന് എനിക്കറിയോ? ആരെങ്കിലും പഠിക്കണം. Bloody fool. What the hell is talking? സാറേ, ഒരു മിനിറ്റ്, ഒരു കാര്യം. ഞാൻ ഇത് നേരത്തെ ചെയ്താൽ പോരായിരുന്നു, വെറുതെ സമയം കളഞ്ഞില്ലേ? പുതിയ ആളായതുകൊണ്ടാ സാർ, ഒന്നും വിചാരിക്കരുത്. സാറേ, ഇന്ത്യ ഇന്റർനാഷണൽ വിടുന്നല്ലേ? അല്ലല്ല, നാഷണൽ. ഓ, താങ്ക് യു സാർ. ശരി സാറേ, വണ്ടി താക്കോല്. What did you do? വേഗം എടുത്തോണ്ട് പോ. How did you manage? എടുക്ക്, വേഗം ആട്ടെ. കാശ് കൊടുത്ത് ഇവർ ഇന്ത്യയിൽ തന്നെ അവിടെ വിൽക്കുമല്ലോ. എന്താ ഒരു ബഹളം? അല്ല, നീ ഇപ്പൊ അവിടെ എന്താ കാണിച്ചത്? അവിടെ വണ്ടി അങ്ങോട്ട് ഒരുമാതിരി- പറഞ്ഞേ. ബ്രോ, വണ്ടി എടുക്ക്, ഞാൻ പേപ്പറും പറഞ്ഞു. ചോദിക്കേ. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഒന്ന് എടുത്തോട്ട് പോടാ. താങ്ക് യു സാറേ. ചെല്ലേ. ആരും ഇല്ല ഇവിടെ. ഹലോ, അയ്യോ, അങ്ങനെ- What happened? ഇത് ചെയ്യാൻ പാടില്ലേ? ചെയ്യാൻ പാടില്ല സർ. നിങ്ങളാണോ ചെയ്യേണ്ടത്? അതെ സർ. ഓ, ഇറ്റ്സ് ഗുഡ്. ഞാൻ ഇങ്ങനെ ചെയ്തുതരാം. ഇവിടെ ഇങ്ങനെയൊക്കെ. വണ്ടർഫുൾ. താങ്ക് യു സർ. ബ്രോ, എന്താ ബ്രോ ഇത്? വിരലല്ലേ? കളർ ബ്രോ. ആ, റോട്ടിൽ കൂടെ പോണ വണ്ടിയിൽ നിന്നൊക്കെ പുക വരില്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും സാരില്ല. പൊല്യൂഷൻ, കറപ്ഷൻ, വാട്ട്സ് ഹാപ്പനിങ് ഇൻ മൈ നേഷൻ? ഇതാണ് മെയിൻ റോഡ്. നമുക്ക് ഇതിലേ പോയി കഴിഞ്ഞാൽ ഷോർട്ട് കട്ടിൽ പോവാം. ഓക്കെ ഓക്കെ ബ്രോ. ഈ റോഡ് വഴി പോയി കഴിഞ്ഞാലേ 50 കിലോമീറ്ററാ കുറവ്. എന്തോരം പെട്രോൾ ലാഭിക്കാന്നറിയോ? ആണോ? പിന്നെ പോണ വഴിക്കാൻ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണം കേട്ടോ. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഗിയറിലിട്. ഓക്കെ. നിർത്തല്ലേ. സോറി. ഓ, നിർത്തിയല്ലേ. ഇനിയിപ്പോ തള്ളിക്കൊണ്ട് പോകേണ്ടി വരുമല്ലോ. നോ മാൻ. ഹലോ, അതെ ചേട്ടാ, വന്നേ. ആ, പറഞ്ഞ ചേട്ടാ. But you said this is new. അതെ ചേട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യോ തള്ളാൻ? വെറുതെ തള്ളണ്ട, കാശ് തരാം. Come. എന്നാ ആരെങ്കിലും വിളിച്ചോ, ഒറ്റയ്ക്ക് തള്ളണ്ട. എല്ലാവർക്കും കാശാ. വേറെ ആരെങ്കിലും വിളിക്കോ? വരും. അതെ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. അതെ, വരുന്നു. ബാ, എല്ലാരും ബാ. ഉഷാറായിട്ട് തള്ളു. ബ്രോ, പ്ലീസ് പുഷ്. എല്ലാവർക്കും കാശ് കിട്ടൂടാ. ഇനി ഇവിടെ അടുത്ത് വല്ല സർവീസ് സെന്റേഴ്സ് ഉണ്ടോ? അടുത്തൊരെണ്ണുണ്ട്. 430 കിലോമീറ്റർ പോണെന്നേ ഉള്ളൂ. തള്ളി ഒരു വഴിക്കല്ലേ, വയ്യാണ്ടായി. Thank you, ചേട്ടാ. പ്രശ്നമൊന്നുമില്ല. Thank you. അതെ, സർവീസിന് കൊടുത്തിട്ട് 2 വർഷമായി. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. എന്താ ചേട്ടാ? ഓ, കാശ് വേണല്ലേ. കാശില്ലാണ്ട് ഒരു പരിപാടിയില്ല. അതെ, വണ്ടിയിൽ ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ആയിക്കോളും. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശരി. ഓക്കെ, ലെറ്റ്സ് മൂവ്. എന്താ ചേട്ടാ? കാശ് മുഴുവൻ കൊണ്ടുപോയിട്ട് വൈകുന്നേരം കള്ള് ഷാപ്പിൽ കൊണ്ട് കൊടുക്കാനല്ലേ? ചെല്ല്.
Listen bro, we'll try further. Come on, let's go. എന്താ ചേട്ടാ? ഓ ചേട്ടാ, അതെ, ഞങ്ങൾ വളരെ പാവങ്ങളാ. നിങ്ങളുടെ കയ്യിലുള്ള മൊത്തം പണം ഞങ്ങൾക്ക് തരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പോകാൻ പറ്റും. അല്ലെങ്കിലേ ആ മരത്തിൽ കെട്ടിയിട്ട് അടിക്കും. അത്രേ ഉള്ളൂ. ബ്രോ ബഹുമാനത്തോടെ തല്ലെന്ന് പറയുന്നത് അത് ആദ്യം കേട്ടാ. ഞാൻ പറയുന്നത് കേക്ക്. കയ്യിലുള്ള കാശ് മുഴുവൻ കൊടുത്തേക്ക്. What the hell is this? ചോദിച്ച ഉടനെ എടുത്ത് കൊടുക്കണം. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിന്നേ. അവര് പറഞ്ഞാൽ കേക്കില്ല. നിൽക്കണ നിപ്പുണ്ടോ? Wait man, I will handle this. He will handle. ദേ നോക്കി, മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയാം. മര്യാദയ്ക്ക് ഞങ്ങൾ വിട്ടേക്ക്. ഞങ്ങൾ മാത്രമല്ല, ഈ റോട്ടിലൂടെ ആര് വന്നാലും അവരൊന്നും ചെയ്യരുത്. അധ്വാനിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഞങ്ങളും കഷ്ടപ്പെട്ട് തന്നെ പണിയെടുക്കുന്നത്. ഒരു മിനിറ്റ്. ഇതാണ് എന്റെ കാർഡ്. നിങ്ങൾ വന്നാൽ മതി, ഞാൻ നല്ല ജോലി തരാം. ഓക്കെ കേട്ടോ? കൊല ചെയ്യുന്നത് തെറ്റാന്ന് എന്റെ മുത്തശ്ശൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് വയലന്റ് ആവും ചേട്ടാ. പറഞ്ഞാ മനസ്സിലാവില്ല. രണ്ടെണ്ണം കിട്ടിയാലും നീയൊക്കെ പഠിക്കും. വാട്ട്സ് ദിസ് ബ്രോ? എന്ത് വയറാ ഇത്? ചോറും പോത്തുകറിയായിരിക്കും. കൂടുതൽ മുട്ടാൻ നിൽക്കാതെ കാശ് കൊടുത്തിട്ട് പോവാൻ നോക്കാം ബ്രോ. These people are so hard to hit. അതെ അതെ. എന്നാ ശരിയാവില്ല. കൃഷ്ണ കൃഷ്ണ. എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഞാൻ തന്നില്ലേ? ബാക്കിയുള്ളതൊക്കെ ഈ ബൈക്ക് വാങ്ങാൻ അവന് കൊടുത്തു. ചേട്ടോ, വണ്ടി വാങ്ങിയ കാശ് എന്നെയാ? എന്റെ മര്യാദക്ക് കാശ് അങ്ങെടുക്കും മോനെ. കാശ് എന്റെ ഒന്നും കാശൊന്നുമില്ല. ഞാൻ വെറുതെ എടാ കോടാലിയും എടുത്തിട്ട് വന്നടാ. തരാം. ഇതിനിപ്പോ എന്ത് പേരാ വിളിക്കണ്ടേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നെ കാശെന്നാ പറയണേ. ഇത് കൊണ്ടുപോയിട്ട് നാളെ കാലത്ത് എന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇടാനുള്ളതാ. അല്ലെങ്കിൽ അവൾ എന്നെ തല്ലി കൊല്ലും ചേട്ടാ. ഞാൻ പിന്നെ റോട്ടിലിരുന്ന് പിച്ചെടുത്താ മതി. പ്ലീസ് എന്റെ ചേട്ടാ. അതൊന്നും സാരമില്ല മോനെ. ആ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ട് തന്നാ മതി. നാളെ ബാങ്ക് തുറന്ന ഉടനെ പണം കിട്ടേക്കാന്നേ. എന്നാ ശരി, ഓക്കെ. അല്ല ചേട്ടാ, പിന്നെ അക്കൗണ്ട് നമ്പർ അത് വാട്സപ്പ് ചെയ്താ മതി. അപ്പൊ ചേട്ടൻ നമ്പർ? അത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തോളാം. വാട്സപ്പ് ഞാനല്ല. അല്ല, ഞാൻ വാട്സപ്പ് ചെയ്യണമെന്നാ പുള്ളി വാട്സപ്പ് ചെയ്യും. It's okay bro, leave it. ഉള്ള കാശ് മുഴുവൻ പോയല്ലേ. You have to get out of here. Hey, hey, who are you? എന്താടാ? Hey, who is she bro? അറിയില്ല, ഞാൻ ചോദിക്കാം. നിക്ക്. നീ ആരാ? എന്താ വേണ്ടേ? അത് നിനക്കറിയോ? ആരാ? നിനക്കറിയാവുന്ന കുട്ടിയാ? എന്തിനാ നട റോഡിൽ നിൽക്കണേ? അല്ല, അത് നിനക്കറിയാമോ? ബ്രോ, നമുക്ക് പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്താ പോരെ? പോലീസ് വന്നാൽ ശരിയാവില്ല. നമ്മൾ എന്തിനാ ഇതിൽ ഇടപെടുന്നത്? നമുക്ക് പോലീസിന് ഇൻഫോം ചെയ്യാം. ഇന്ത്യയാണ്. കൊണ്ട് വന്നത് നമ്മളാണെന്ന് വരെ പറയും. അതെ, ആ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും തിരിച്ചറിയാതിരിക്കില്ല. ഈ ഹൈവേ ഒന്നും പെണ്ണുങ്ങൾക്ക് സേഫ് അല്ല. ഓക്കെ, വണ്ടി കയറി മോളെ. വാട്ട്സ് ദ പ്രോബ്ലം? ഹലോ, വണ്ടി കയറി. ഓ, അങ്ങനെ അങ്ങനെ മുമ്പിൽ കയറി. കെയർഫുൾ ആയിട്ട് ഇരുന്നോണം, മനസ്സിലായില്ലേ? പോലീസുകാർ വിട്ടുപൊക്കോ. ബ്രോ, നമ്മളിനി എത്ര ദൂരം പോണം? ഇതാണ് നാഷണൽ ഹൈവേ. ഇവിടെ നിന്ന് ഏതെങ്കിലും ഗ്രാമത്തിലേക്ക് കയറണം. നാട്ടിൽ പോണെങ്കിൽ നേരെ തന്നെ പോകണം. സ്ട്രേറ്റ് പോയിട്ടേ അവിടെ ലെഫ്റ്റിലേക്ക് തിരിയാ. അവിടെ ഒരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഹൈവേയിലേക്ക് കയറും. അതെ മോളെ. ചേച്ചി, അല്ല പെണ്ണെ, 1 minute. ശരി, വെള്ളം കൊണ്ടതേ. എനിക്ക് അയ്യോ, ഈ കുട്ടിയുടെ പേര് പോലും അറിയില്ല. പേര് പോലും അറിയില്ലല്ലോ. ഹലോ മാഡം, ഞാൻ മഴയിൽ ഇപ്പൊ നനഞ്ഞേനെ. അപ്പൊ മഴ പെയ്തില്ലേ? Shut up man. എന്റെ ഭാര്യയുടെ പേര് എങ്ങനെ അറിയാം? അമ്മൂന്ന് പേരുള്ളവരൊക്കെ പ്രശ്നക്കാരാ. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ കുറച്ചേരൊന്നും മിണ്ടാതിരിക്കോ? പിന്നെ നമുക്ക് സിനിമയ്ക്ക് പോണം. സിനിമയ്ക്കാ? ക്യാബ്. എന്തു പറ്റി? ഓലെ ഊബറാ? Whatever that is. Wait a minute. ദേ ക്യാബ് വന്നല്ലോ. Okay. I booked a cab. Hey, കൊച്ചേ. അമ്മു, അതെ. ഡ്രൈവർ കഥ തുറക്ക്. ഓലെ. അതെ.
ഇതെന്താ ഈ പെങ്കൊച്ചെന്താ ഇവിടെ കാണിക്കണേ? അത് നമ്മുടെ കയ്യിലല്ല. നീങ്ങ് നടന്നേ. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. എന്താ വേണ്ടെന്ന് വെച്ച് വാങ്ങിച്ചു തരാം. എന്താ മോക്ക് വേണ്ടത് പറഞ്ഞാ മതി, ഞാൻ വാങ്ങിച്ചു തരാം. കാറ് വരാൻ കുറച്ച് സമയം എടുക്കും. ഒന്ന് അടങ്ങിയിരിക്കുന്നേ. ഞങ്ങൾക്ക് വെറുതെ പണി ഉണ്ടാക്കല്ലേ മോളെ, പറയുന്നേക്ക് പ്ലീസ്. ഇത് manufacturing defect ആണ്. ഉണ്ടായിരുന്ന ബൈക്ക് വരെ എന്റെ പോയി. ഇനി നിനക്ക് കാർ ഉണ്ടാക്കി തരാം ഞാൻ. കൊച്ചെ കാറ് ദേ ഇപ്പൊ വരും. ഹേയ് 1 സെക്കൻഡ്. ബൈക്ക് തൽക്കാലം ബൈക്ക് മതിയാ? ബൈക്ക് ഓടിക്കാൻ പോവാ? ഞാനില്ല, നിങ്ങൾ പോയാ മതി. എനിക്ക് എന്റെ ജീവനിൽ പേടിയുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അയ്യോ, അവളാണ് ഓടിക്കാൻ പതുക്കെ ഓടിക്കേ. നേരെ. ഹലോ, കിലുകിലു കൊഞ്ചുന്ന തങ്ക കോലുസല്ലേ പുന്നരി പഞ്ചാരി ചിങ്കാരി കണ്ണമ്മ, ഏട്ടന്റെ ചങ്കിലെ ചാഞ്ചക്കം പാട്ടിന്റെ ശ്രീയേഴും ശീലെ ചുന്ദരി ചിന്നമ്മ, ഞങ്ങളുടെ കുഞ്ഞാറ്റ നീ ആനന്ദം മേകുന്ന ചിന്നക്കിളി, എന്നെന്നും നീ തങ്കമേ സുന്ദരി ചിന്ന ചെറുപ്പൈങ്കിളി, കുഞ്ഞിക്കുറുമ്പത്തി നിന്നെ ഈ തോളത്ത് ഏറ്റി ഞാൻ ഉലകം ചുറ്റിടാം, നിന്റെ നുണക്കുഴി ചിരിയിൽ വിടരുന്നു 1000 ചെമ്പനീർ പൂക്കൾ, ചാരുപൂമുഖത്താരിലെ പുഞ്ചിരി പൂ കണ്ടു സൂര്യനും നാണിക്കും പുന്നാരപ്പൂമുത്തേ, നിന്നെ കണ്ടാൽ ചങ്കിലെ നോവും ആനന്ദഗാഥയായി മാറും, എൻ സ്നേഹത്തിനായുള്ള ആന്തരദാഹം മാറ്റണ നീർച്ചോല നീയേ, ആ ചാരത്തു ഞാൻ എന്നും ചേരുമ്പോൾ മാനസം ചാരുമരാളമായി പാറും, ഈ മന്നിതിലില്ല നിൻചേലോളമൊന്നിനും മഞ്ഞണി മാടപ്പിറാവേ, പൊന്നു ജലാടു നീ പുന്നാരപ്പൂമുത്തേ ആകാശക്കാവിലെ താരേ, നീ എന്റെ തോളത്ത് ചായുന്ന നേരത്ത് ഉൾത്താരിൽ ആനന്ദഘോഷം, നീ 7 ജന്മങ്ങളും ചേരണം കൂട്ടിനായി, നീ ഇല്ലാതില്ല ഞാൻ കുഞ്ഞറ്റ ചിന്ന കിളി. ഇവളി പറഞ്ഞ തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഇവിടെ നിക്കുന്നേ എന്റെ മോളാന്നേ. അമ്മ നിനക്ക് വരെ മനസ്സിലായ? നിന്റെ അമ്മയല്ലേ? നിങ്ങൾ മോളെങ്ങനെ വിട്ടാലെങ്ങനെ? ഫോറിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേസ് എടുക്കും. അതൊക്കെ അറിയാം നിങ്ങൾക്ക്. സൂക്ഷിക്കണ്ടേ? പോട്ടെ വിട്ടേക്ക്. മോൾക്ക് ചെറിയൊരു നോക്കിയേ, ഇനിയെങ്കിലും ശ്രദ്ധിച്ചോളൂ. ഇനി മുതൽ ഇങ്ങനെ സംഭവിക്കരുത്, മനസ്സിലായില്ലേ? അല്ല, നിങ്ങളുടെ വീട് എവിടെയാ? ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാ മതി. ബ്രോ അഡ്രസ് വാങ്ങി. അതിന്റെ ഒന്നും ആവശ്യമില്ല, അമ്മയല്ലേ ഒന്ന് വിളിച്ചോണ്ട് പോകുന്നേ, കുഴപ്പമൊന്നുമില്ല. അതെ, ഇതെന്റെ അമ്മേനല്ലേ? അത് നിങ്ങൾക്ക് അറിയോ? അത് കൊണ്ടുപോ. ശരി, എന്നാ പോട്ടെ മക്കളെ. ശരി ശരി, വാ മോളെ. എന്താ ബ്രോ, എന്റെ മനസ്സ് പറയുന്നത് നമ്മള് കറക്റ്റ് ആളുടെ കയ്യിലല്ല കൊച്ചിനെ ഏൽപ്പിച്ചത്. ബ്രോയ്ക്കും അങ്ങനെ തോന്നിയല്ലേ? ആ തള്ളയെ കണ്ടിട്ട് അവളുടെ അമ്മയാണെന്നൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. അലുവേ മത്തിക്കറിയും പോലെ. We have to catch them. വേഗം കൊണ്ടുപോ.
പേടിക്കണ്ട, ഞാൻ ഓടിക്കോ, ഓടിക്കോ. സാരമില്ല. ബ്രോ, ഇന്ത്യയിലെ സേഫസ്റ്റ് പ്ലേസ് എവിടെയാണോ ഉള്ളത് അവിടെ ഇവിടെ ആക്കിയിട്ട് പോവാം. ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോ നമുക്കൊരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിട്ടാലോ? നോ നോ, തിങ്ക്. നല്ല ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എനിക്ക്? ഫ്രണ്ട്സ് ആരും ഇല്ല. ഫാമിലി ആണെങ്കിൽ റിലേറ്റീവ്സ്? അടുത്തൊരു ഗ്രാമത്തിൽ എൻ്റെ അമ്മാവനുണ്ട്, അവിടെ വിട്ടിട്ട് പോയാലോ? നിനക്കൊക്കെയാണോ? ഈ ലോകത്തിൽ അങ്ങനെ പോലുള്ള നല്ല മനുഷ്യൻ ഉണ്ടാവില്ല. എനിക്ക് ഓക്കെ ആന്നേ, ഇവളവിടെ സേഫാ. ഓക്കെ ബ്രോ, വാ, കം ഓൺ. കേറ്. അതെ അതെ, അവിടെ നിന്ന് ലെഫ്റ്റ്, ഈ വഴി. അതെ, ഈ വീടാ. അമ്മാവാ, അമ്മാവാ. എന്തൊക്കെയുണ്ട് വിഷയം? കണ്ടിട്ട് ഇവരൊക്കെ ഫ്രണ്ട്സ്. അമ്മാവാ, ഈ പെൺകുട്ടിയെ കുറച്ച് ദിവസം ഒന്ന് ഇവിടെ നിർത്തണം. വന്നേ. എടാ പ്രദീപേ, ഇരിക്കും മോനെ, ഇരിക്കേ. രണ്ടുപേരും ഇരിക്കേ. മോളെ ഇരിക്കേ. ഇരുന്നോ? മോനെന്ത് നോക്കിക്കുന്ന? ഇരിക്കേ. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല സർ. ഈ കുട്ടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരാളാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്. പ്ലീസ്, അവൾക്കൊരു കുറവും വരാതെ നോക്കണം. മോൻ പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ചേച്ചി നോക്കിക്കോണേ. ശരി ഏട്ടാ. ബ്രോ ബ്രോ, ദേ ആ പെങ്കൊച്ചിനെ ഇപ്പൊ തല്ലി കൊല്ലുന്നു. ആവശ്യം ഉണ്ടായിട്ടല്ലോ ഇതൊന്നും ചെയ്യുന്നത്. വണ്ടി അടുത്തേക്ക് കൊണ്ടുപോയി ആരെങ്കിലും രക്ഷിക്കണേ. നല്ല കനമുണ്ടല്ലോ. എന്നെ അടിക്കാൻ വേണ്ടി എന്റെ പുറകെ വന്നത് എന്റെ അമ്മയാ. തന്റെ അമ്മയോ? അത് ശരി. അപ്പൊ പിന്നെ കൊല്ലാൻ വന്നല്ലേ? പിന്നെ എന്തിനാ ഓടിച്ചത്? അത് വെറുതെ എന്നെ പേടിപ്പിക്കാനാ, കൊല്ലൊന്നുമില്ല. അവരെന്തിനാ ഓടിക്കുന്നത്? അമ്മ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഓടിക്കും. കുട്ടികൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പാരന്റ്സ് അവരെ തല്ലുവന്നോ? ബ്രോ, ഇതേ കാര്യം ഫോറിനിൽ നടന്നാൽ അവർക്കെതിരെ കേസ് എടുക്കും അവര്. അത് ഫോറിനിൽ അങ്ങനെയൊക്കെ, ഇവിടെ ഇങ്ങനെ. ഒന്ന് കൂളായിട്ടിരിക്കും. അതെ മോളെ, എന്താ പ്രശ്നം എന്ന് പറയും. എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹ ചേട്ടന്മാരെ. അമ്മ പക്ഷെ എന്നെ പഠിക്കാനും വിടില്ല, മര്യാദയ്ക്ക് ഭക്ഷണവും തരില്ല. അമ്മ എന്നോട് ചീത്ത കാര്യങ്ങളാ ചെയ്യാൻ പറയുന്നത്. എനിക്കത് ഇഷ്ടമല്ല ചേട്ടന്മാരെ. എന്ത് ചെയ്യാനാ പറയുന്നത്? അത് പിന്നെ വീട്ടിലേക്ക് 2-3 പേര് എന്നും വരും. അവരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് എന്നെ നിർത്തും. എന്നിട്ട് അവരുടെ കൂടെ പോവാൻ പറയും. എന്താ ഇത് ഡെയിലി പറയുന്നുണ്ടല്ലോ, മൈ ഇന്ത്യസ് ഗ്രേറ്റ്, 100 വർഷം പോരാടി സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നൊക്കെ എല്ലാവരും പറയുന്നില്ലേ? എന്നിട്ട് നടക്കുന്നത് എന്താ? ഒരമ്മ സ്വന്തം മോളെ പഠിക്കാൻ വിടാതെ തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. കറപ്ഷൻ, ഇല്ലീഗൽ, പ്രോസ്റ്റിറ്റ്യൂഷൻ, ചീറ്റിംഗ്, നോ പ്രോപ്പർ സിസ്റ്റം. ഇതൊക്കെയല്ലേ? ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ ഉള്ളത്? ഡോണ്ട് യു ഹാവ് ഷെയിം? ഇത് കണ്ട് സഹിക്കുന്നില്ല. ലൈക്ക് മൈ ഡാഡ് സെഡ്, എന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. പിന്നെ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഐ വാണ്ട് ഗോ ബാക്ക്. ബ്ലഡി ഐ വാണ്ട് ഗോ ബാക്ക്. സോറി മോളെ, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ ഓടി ഓടി എങ്ങോട്ടാ പൊക്കൊണ്ടിരുന്നേ? എനിക്ക് പഠിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഏട്ടാ. 50 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗവൺമെന്റ് ഹോസ്റ്റലിൽ പോയി നിൽക്കാന്നുള്ളത്. അങ്ങോട്ട് പോവായിരുന്നു. ഗവൺമെന്റ് ഹോസ്റ്റലോ? ബ്രോ, അതെ, നമുക്ക് ഈ പെങ്കൊച്ചിനെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയാലോ? ആർ യു ഷുവർ? ഓക്കെ. നിനക്ക് ആ ഹോസ്റ്റൽ സേഫ് ആയിരിക്കില്ലേ? സേഫ് ആണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ താമസിക്കുന്നുണ്ട്. എന്നാ വാ, ലെറ്റ്സ് ഗോ. കേറിക്കും മോളെ. ഓൾറൈറ്റ്. ആ ചേട്ടാ, ദേ ഇവിടെയാ, ഇവിടെ നിർത്തിയാ മതി. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞ ഹോസ്റ്റൽ ഇതാണ് ചേട്ടാ. ഓക്കെ, ഇതാണല്ലേ. ഇപ്പൊ തന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള പൊസിഷനിലല്ല ഞാൻ. എന്നാലും ദിസ് ഇസ് മൈ കാർഡ്. എന്നെ വിളിച്ചാൽ മതി, നമുക്കെല്ലാം ശരിയാക്കാം. ഓക്കെ,
എനിക്കിനി സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. നിങ്ങൾക്ക് സമയമുള്ളപ്പോ വന്ന് എന്നെ ഒന്ന് കാണില്ലേ? ഈശ്വരനായിട്ട് തന്നൊരു അനിയത്തി കുട്ടിയെ നീ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അന്വേഷിച്ചോളാം. അവള് നന്നായിട്ട് പഠിക്കണം. ചെല്ല്. ബൈ. ടേക്ക് കെയർ. എന്നാ പോയാലോ? കടയുണ്ട്, പക്ഷെ കടക്കാരനെ കാണാനില്ലല്ലോ. നമുക്ക് 2 ഹെൽമെറ്റ് വാങ്ങിച്ചാലോ? Why not? ദേ ഒരു മനുഷ്യന്റെ മുകളിലുള്ള ഹെൽമെറ്റ്. ഐ ആം ദി ഓണർ. ചേട്ടാ, ഈ പേരമ്പൂർക്ക് എന്ത് ദൂരമുണ്ട്? ഞാൻ പറയില്ല. പറയൂല. എന്താ ചേട്ടൻ പറയാത്തെ? കാശ് എന്നാ പറയാം. ഓ, ഒന്ന് വഴി പറഞ്ഞു തരാൻ പറഞ്ഞതിന് കാശ് തരണോ അല്ലേ? അതൊക്കെ മനുഷ്യനാണോ? ഫ്രീ ആയിട്ട് പറയണോ? ആ. ഈ ഹെൽമെറ്റ് എന്താ വില? 1000. ഇതിനാ 1200 എടുത്തോ. ആ, അത് കാണാൻ കൊള്ളല്ലോ. അതിനെന്താ വില? ഇത് 1600. ചേട്ടൻ മോൻ പോലെ തന്നെ ഉണ്ട്. നല്ല പേരമ്പൂർക്ക് എങ്ങനെ? പേരമ്പൂർക്ക് പോകുന്ന എങ്ങനെ? ഫ്രീ ആയിട്ട് പറയണമെന്നാ. നേരെ പോയി 2 റൈറ്റും 2 ലെഫ്റ്റും. 2 right അല്ലേ? വേഞ്ചല്ലേ. What happened? എല്ലാം സെറ്റാണ്, മനസ്സിലായി. നിർത്ത്. അയാളുടെ ഹെൽമെറ്റ് കച്ചവടമൊക്കെ ഞാൻ ഇന്ന് തീർത്തു തരാം. ഇത് പിടിച്ചോ. 1 2 പിടിച്ചോ. അതെ, ഈ ഹെൽമെറ്റ് ഒക്കെ പഠിക്കാൻ എങ്ങോട്ടാണ് പോകുന്നത്? അയ്യോ, ഇനി ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഹെൽമെറ്റോടെ സത്യമായിട്ടും പറയാം. സത്യം പറയട്ടെ, എനിക്കത് എവിടെയാണെന്ന് അറിയില്ല മോനെ. അപ്പൊ കാശ് തന്നാ പറയാന്ന് പറഞ്ഞതാ. അപ്പോഴും ഞാൻ ഇതൊക്കെ തന്നെ പറയൂ. ഓ, പൊടിക്കുപ്പിയുടെ അത്രേ ഉള്ളൂ. എന്നിട്ട് കയ്യിൽ വേണ്ടില്ലേ? ബ്രോ, നമുക്ക് പോവാം. ഇവിടെ നിന്നാ ശരിയാവില്ല. All right. ആ പെങ്കൊച്ചിനോട് പോയി വഴി എന്താന്ന് ചോദിച്ചിട്ട് വന്നാലോ? ചോദിക്കാം. മുഴുവനായിട്ടും ചോദിക്കാം. തല്ലു വിളിക്കാനായിട്ടാ. ബ്രോ ഓരോ ദിവസം മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു വിചിത്രമായ മൃഗത്തെ പോലെ. എന്താണ് ബ്രോ ഇത്? പെട്ടെന്ന് ഹാർട്ടിലും ബ്രെയിനിലും ഒരു പ്രഷർ കൂടി വരുന്നു. എന്തോ സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. ആ, ഇതിനെയാണ് പ്രാന്തെന്ന് പറയുന്നത്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതിരുന്ന ഇങ്ങനെയൊക്കെ വരുമെന്നേ. വിവരമില്ലാത്തവൻ. അങ്ങ് മാറിക്ക്. അല്ല, എനിക്ക് പ്രാന്തല്ല. എക്സ്ക്യൂസ് മീ മാം. നോ എക്സ്ക്യൂസ്. അതെന്താന്ന് വെച്ചാ ഞാൻ നിങ്ങളുടെ മാഡം അല്ല, അദ്വൈക. ഇനി പറ, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായ ചെയ്തു തരണ്ടേ? ഇതിനു മുമ്പ് ഏതോ കസ്റ്റമർ കെയറിലെ ജോലിയായിരുന്നല്ലേ? അതെയല്ലോ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നാട്ടിലുള്ള ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലാവും. എന്നിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ല. ഏയ്, അദ്വൈകാന്നോ? അതെന്ത് പേര്? ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ. അതിന്റെ മീനിങ് ഒന്ന് പറയൂ. അദ്വൈകയുടെ മീനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവൻ അങ്ങോട്ട് മലത്താൻ പോവല്ലേ? അദ്വൈക എന്ന് വെച്ചാ യുണീക്ക്, അതാണ്. അതായത് ഈ ലോകത്തില് എന്നെ പോലെ ഒരുത്തേ കാണും, അതാണ് അതിന്റെ അർത്ഥം. അദ്വൈത എന്ന് വെച്ചാ യുണീക് പേഴ്സൺ. നിങ്ങൾ അവളെ അന്വേഷിച്ച് കണ്ടെത്തണം. അന്വേഷിച്ചാലും കണ്ടെത്താൻ പറ്റില്ല. യുണീക്. നൈസ് നെയിം. ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ അടുത്ത് നല്ല ഫുഡ് എവിടെ കിട്ടുന്നത്? അല്ല, അപ്പൊ പേരമ്പൂർക്ക് പോകാനുള്ള വഴി ചോദിക്കണ്ടേ? ബ്രോ, ആദ്യം നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് വഴി ചോദിച്ചാ പോരെ? അതല്ല നല്ലത്. വെറുതെ ഓരോന്ന് പറഞ്ഞോളൂ. ഹോട്ടൽ എവിടെയുള്ള? ആ ഹോട്ടലില് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബൈ. താങ്ക് യു. യുണീക്, ഇദ്ദേഹം എന്താ പ്രോബ്ലം? ഗണേശേട്ടാ, നിങ്ങൾ എന്തിനാ നമ്മുടെ ഹോട്ടലിൽ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടേ കാശ് തരാതെ നൈസായിട്ട് മുങ്ങിയതാവുമാര്. അത് ശരി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലേ? അല്ല, ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല. അതെന്താന്ന് വെച്ചാലേ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ക്യാഷ്ലെസ് ഇന്ത്യ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ സിസ്റ്റത്തെ ഫോളോ ചെയ്തത്. ആഹാ, അതെ, എന്റെ കടയിൽ പേടിഎം ഉണ്ട്. പേ ചെയ്തോളൂ. അതുവരെ ചേച്ചി എന്തായി പറയണേ? ഓട്ടോയ്ക്ക് കാശില്ലാത്തവനോട് ഓടിക്കാർ വേണമെന്ന് ചോദിച്ചാൽ എങ്ങനെ? പോക്കറ്റിൽ 10 പൈസ ഇല്ലാത്ത ഞങ്ങളോട് പേടിഎം ചെയ്യാൻ പറഞ്ഞെങ്ങനെയാ? ഇതൊക്കെ സത്യാ? സത്യാന്നേ. ഗണേശേട്ടാ, ചേട്ടൻ പോയിക്കോ, ഞാൻ തന്നേക്കാം. പ്രശ്നം തീർന്നില്ലേ? പിന്നെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? താങ്ക് യു. ഇനി നിങ്ങൾ പറയും, ശരിക്കുള്ള പ്രശ്നം എന്താ? നിങ്ങളെ കാണാൻ കാശുകാരെ പോലെ ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്ന കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും തോന്നുന്നില്ല. സിറ്റുവേഷൻസ് ആർ ഡിമാൻഡിങ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചത്? കുറച്ച് ഇമ്പോർട്ടന്റ് ജോലിയുണ്ട്. ഡെഫിനറ്റ്ലി ഐ വിൽ ടെൽ യു ലേറ്റർ. ഓക്കെ? അതൊന്നും കുഴപ്പമില്ല. എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല.
നിങ്ങളെ കാണാൻ അത്ര പ്രശ്നക്കാരായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ. ഓക്കെ ബൈ യുണീക്. ശരി വാ പോവാ. രക്ഷപ്പെട്ടു. കുറച്ച് ലേറ്റ് ആയി പോയി. നോ പ്രോബ്ലം. ടൈമിംഗ് എന്തായാലും തെറ്റിയില്ല. നമ്മൾ ഈ കളിയിലല്ലോ, പുറത്തിരുന്ന് കണ്ടാ മതി. അവന്റെ ലവറല്ലേ, അവൻ തന്നെ പോയി രക്ഷിക്കട്ടെ. ഷോ തുടങ്ങട്ടെ. എവിടെ പോയാൽ ഇത് തന്നെ. ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ ഒരുപാട് നാടുകൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഏത് നാടിന്റെ ചരിത്രം എടുത്താലും അവിടുത്തെ സൽപ്പേര് നശിപ്പിക്കുന്നത് നിങ്ങളെപ്പോലുള്ള കുറച്ച് വൃത്തികെട്ടവന്മാരും മാത്രമാണ്. അൺഎഡ്യൂക്കേറ്റഡ് ബ്രെയിൻലെസ് ഫൂൾസ്. നീ എന്തിനാ എന്നെ രക്ഷിച്ചത്? ഐ ഡോണ്ട് നോ. അല്ല, നീ എന്തിനാ അവരോട് അത്രയും സംസാരിക്കാൻ നിന്ന്? ഇത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ഒക്കെ ചെയ്തതല്ലേ, അവസാനം 5 ഡയലോഗ് അടിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്നോട് എന്താ പറയാ? നിന്നോട് ഞാൻ ഒന്നും പറയില്ല. വഴിയേ താനെ മനസ്സിലായിക്കോളും. കാലക്ക് കട്ടിലൊടിച്ചല്ല. ഇതാ എന്റെ വീട്. ഓ നൈസ് ഹൗസ്. കയറി വാ. വാ ആദിത്യ, മീറ്റ് മൈ ചിൽഡ്രൻ. നിന്നെ കാണാൻ വേണ്ടി വന്നതാ. ഇവരെല്ലാം എന്റെ കുട്ടികളാ. ഏയ് ഹായ് പറ. ഹായ്. ഹലോ. നിന്റെ കുട്ടികളാ? രാജു, ഇത് ഗീത, ഇത് സുജാത, പിന്നെ ഇത് കണ്ണൻ. അൺബിലീവബിൾ. ചെല്ലേ അകത്തോട്ടല്ലേ. 4 കുട്ടികളുള്ള പെങ്കൊച്ചിനെ പ്രേമിക്കാന്ന് പറഞ്ഞാൽ മോശം. എത്ര മോശമായിട്ടാ ഞാൻ ചിന്തിച്ച. അമ്മയൊന്നായിരിക്കില്ല. ചിലപ്പോൾ എനിക്ക് തോന്നി തെറ്റിദ്ധാരണയായിരിക്കണം. യാ മോനെ ഇങ്ങൊന്നേ. എന്താ? നിന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ നിനക്ക് വലിയ ഇഷ്ടാ? അത് ചേച്ചിയല്ല, അത് ഞങ്ങളുടെ അമ്മയാ. അമ്മയല്ല, ചേച്ചിയല്ലേ? അല്ല ചേട്ടാ, അത് ചേച്ചിയല്ല, അമ്മ തന്നെയാ. ശരി പൊക്കോ. ആദിത്യ, നീ കുറച്ച് റെസ്റ്റ് എടുത്തോ. ഭക്ഷണം ആവുമ്പോ ഞാൻ വിളിക്കാം. ഓക്കേ.
ഗീത അങ്ങോട്ട് മാറിയിരുന്നേ. ആദിത്യ, ഭക്ഷണം റെഡിയായി, വാ കഴിക്കാം. ഇരിക്കെ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാം. പിന്നെ പറ, നീ എന്തോ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കളിയിലാന്ന് പറഞ്ഞില്ലേ? തനിക്ക് 4 കുട്ടികളുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല. കണ്ടാ ഭയങ്കര യങ്ങാണല്ലോ. ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. എന്താ ബിലീവ് ചെയ്യാത്തെ? ഫോറിനിലൊക്കെ ഹസ്ബൻഡുമായിട്ട് ചേർന്ന് പോകില്ലെങ്കിൽ ഉടനെ തന്നെ ഡിവോഴ്സ് വാങ്ങിക്കും. പിന്നെ ഉടനെ തന്നെ അടുത്തയാളെ ഡേറ്റ് ചെയ്യാനും തുടങ്ങും. ഇന്ത്യയിലും അങ്ങനെ ചെയ്താ ഇപ്പൊ എന്താ കുഴപ്പം? എനിക്ക് എന്റെ ഹസ്ബൻഡുമായി ചേർന്ന് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഡിവോഴ്സ് കൊടുത്തു. പിന്നെ കുട്ടികളെ ഞാൻ എന്റെ ഒപ്പം തന്നെ നിർത്തി. ഓക്കെ, ആക്ച്വലി തന്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ആവശ്യമില്ലാതെ തലയിട്ട് പോയി. അല്ല, ശരിക്കും നിന്റെ പ്രശ്നം എന്താ? നിനക്ക് എന്നെ വേണം, പക്ഷെ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനൊന്നും പറ്റില്ല അല്ലേ? അതല്ലേ കാര്യം. അതൊന്നും അല്ല കാര്യം. എന്നാലും ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്കിവിടെ താമസിക്കാൻ തോന്നുന്നില്ല. അതായത് നിനക്ക് എന്നെ കണ്ടപ്പോ തന്നെ എന്നോട് പ്രണയം തോന്നി അല്ലേ? പക്ഷെ എനിക്ക് 4 കുട്ടികളുണ്ടെന്ന് അറിഞ്ഞപ്പോ ആ സ്നേഹം അങ്ങ് തീർന്നു. പിന്നെ ഇതെങ്ങനെയാ ലവ് ആവാ? പറയ്, ഇതിനാരെങ്കിലും ലവ് എന്ന് പറയോ? നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ, അതും സിൻസിയർ ആയിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ എല്ലാ നെഗറ്റീവ്സും നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ശരിക്കും അതിനല്ലേ ലവ് എന്ന് പറയാ. എന്താ അങ്ങനെയല്ലേ? നീ ഒന്നും പറയാത്ത എന്താ? എന്തെങ്കിലും പറ. സോറി യുണീക്ക്, ഞാൻ അത്രയ്ക്ക് അങ്ങ് ആലോചിച്ചില്ല. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ എന്ത് യൂസുള്ളേ? ഇത്രയും ചെറിയൊരു കാര്യം ആലോചിക്കാനുള്ള പക്വത ഇല്ലാതെ പോയില്ലേ? ഐ എം സോ ഹാപ്പി നൗ. ഇതെന്റെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് വളർന്ന പോലെയാ, പെട്ടെന്ന് കുറച്ച് മെച്യൂരിറ്റി വന്ന പോലെ. താങ്ക് യു യുണീക്ക്. ഇനിയിപ്പം ഞാൻ പറയാം. നീ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നതിനേക്കാൾ ഫീൽ ചെയ്യുന്നതാ എനിക്കിഷ്ടം. ഒന്നും നീ പറയണ്ട, ജസ്റ്റ് ഫീൽ ഇറ്റ്. എടാ, 1 ലിറ്റർ എടുത്തടാ. വേറിട്ട് കഴിഞ്ഞ പറഞ്ഞ മേടിക്കായിരുന്നു. വെറുതെ ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരല്ലേ? ഇതിനോട് മനുഷ്യന്മാരാരും കള്ളൂടി. എന്ത് വർത്താനാണ്? 1 ലിറ്റർ എടുത്തേ. ഒരു കൂട്ടുകാടാ ഒരെണ്ണോ നിക്കണ്ട. എന്തൊരു കഷ്ടം നോക്കണേ. മോനെ എന്താ പറ്റിയ മോനെ? പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്നേ. ഞാൻ കള്ളു കുടിക്കാണ്ട് എങ്ങനെയാ? അതും സാരല്ല, ഒരു പേക്ക് ഞാൻ വേണ്ടി തരാം. അത് വേണ്ട, കുഴപ്പമില്ല, ചേട്ടൻ കഴിച്ചോ. അതൊന്നും കുഴപ്പമില്ലെന്നേ, അതൊക്കെ റെഡിയാക്കാം. ചേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? ഇവിടെ വന്നിരിക്കുന്നേ. അത് തന്നെ. കുപ്പി, ഗ്ലാസ്, സ്നാക്സ്, വാട്ടർ ഒക്കെ ഉണ്ട്. മോനെ, മോന്റെ പേരെന്താ? എന്റെ പേര് തങ്കം. ഓ, എന്റെ പേര് ശൃംഗാരം. മോനെ, ഞാനേ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം, മറ്റേക്ക് കേക്കിട്ടോ. മദ്യപിക്കാൻ മുട്ടിരുന്ന ഒരാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന ആള് വലിയ, കുടിക്കുന്നവർക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കുന്ന കർണനാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഇത്ര തങ്കമായ എന്നെ എന്റെ ഭാര്യ എന്താ പറയുന്നറിയാമോ? എന്നെ കള്ളൂടിയാന്നാ പറയുന്നേ. നിങ്ങളെ കള്ളൂടിയെന്നോ? അതെ മോനെ. നിന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, ചവിട്ടി കൂട്ടി വേണ്ടേ? എന്റെ പെണ്ണുമ്പിള്ളെ നീ ചവിട്ടി കൂട്ടെന്ന് പറയുന്നോടാ? അവളെ ചവിട്ടി കൂട്ടാൻ നീ ആരാ? നിങ്ങൾ ഇങ്ങനെ എന്നെ തല്ലാൻ പാടുണ്ടോ? നിങ്ങൾ എന്നെ തല്ലാൻ പോവാ, ഞാൻ പോവാ. എനിക്ക് വയ്യ. എങ്ങനെ നീ എന്നെ വിട്ടിട്ട് പോവാനോടാ? അങ്ങനെയാണെങ്കിൽ ഒരു ഫുള്ളും കൂടെ പറ. അതെ മോനെ, ഒരു ഫുൾ പ്ലീസ്. മോനിരിക്കെ, എന്നെ ഇട്ടു പോലെടാ. ഇതങ്ങ് പിടിക്കാം. ഇനി വേറൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ
കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി കഴിഞ്ഞു. 10 വർഷമായി? 10 വർഷമായി. പക്ഷെ എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരു കൊച്ചു പോലും. ചേട്ടനൊരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ അത് നല്ല കാര്യമല്ലേ? എടാ, അതിന് എന്റെ ഭാര്യ എന്നെ വിട്ടുപോയില്ലടാ. എനിക്ക് പിള്ളേരുണ്ടാവില്ലെന്നും പറഞ്ഞ്. പോവാൻ പാടുണ്ടോ? എന്നെ വിട്ട് പോവാൻ പാടുണ്ടോ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ എന്നെ കുറ്റം പറഞ്ഞ? ധൈര്യമുണ്ടോ? നിക്കടാ. അവിടെ നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എനിക്കൊന്ന് ബൈക്ക് ഓടിക്കാൻ തരുമോ? ഞാൻ ഓടിക്കാന്നേ. നിനക്ക് ഡ്രൈവിംഗ് അറിയാം? ശരിയെന്ന് ഓടിച്ചു. യു വണ്ടർ വുമൺ. ശരി, വിട്ടോ. ഈ പൂക്കളുടെ നടുവില് നീയും ഒരു പൂ പോലെയുണ്ട്. മലരെ 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 കൺചാരെ കനവേ 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 വരുമോ വിൺതാരെ. മഴയുണ്ടു കാടുനീളെ, വെയിലുണ്ടു ചാറ്റുപോലെ, കാണുന്ന സ്വപ്നമേതോ കൂടുന്ന വർണ്ണമേതോ, ഇന്നു നീ പോരും ചാരേ. തങ്കപ്പൂവേ പൂങ്കുല നീയേ, തേനും നീതാൻ, ആ പൂങ്കുല തേടും വണ്ടും ആ മധുവും നീതാൻ. ചാറ്റൽ മഴയോ പെയ്യും കുളിരോ അറിയാതേതോ ഞാനോ, കാറ്റിൻ മണമോ ആറ്റിൻ നിറമോ കനവിന്നേതോ നീയോ. ദും 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 ഉല്ലാസത്തിനു പോകാം, നാമൊന്നല്ലേ സല്ലാപമൊന്നു ചൊല്ലാം. ദും 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 ഉല്ലാസത്തിനു പോകാം, നാമൊന്നല്ലേ സല്ലാപമൊന്നു ചൊല്ലാം. മലരെ 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 കൺചാരെ കനവേ 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 വരുമോ വിൺതാരേ. കന്നിപ്പൂവേ പൂമണി മുത്തേ കണ്ണിൽ നീതാൻ, എൻ കരളിൽ കൂടണയും നീ കൂട്ടിനു ഞാൻ താൻ. സ്വന്തം തമ്മിൽ നാം ചേരും ബന്ധം ഏതോ മറിമായം മാത്രം, എന്നും എനിക്കായി നീ മാത്രം. പല വഴി നാം തമ്മിൽ പിരിയും, ചില നേരം ഒന്നായി ചേരും. പരിചയം ഒരു കാരണമല്ല, ഇത് പ്രണയത്തിനൊരു പ്രിയവാക്യം. പുത്തൻ പുതുമണി മലരേ ഞാൻ ഭൂമിയിൽ ഉണരും ഈ അനുനിമിഷം. ദേവതപസ്സിൻ ചാരുതയായി നീ വന്നു മനസ്സിൽ പൂത്തിരിയായി. ദും 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 ഉല്ലാസത്തിനു പോകാം, നാമൊന്നല്ലേ സല്ലാപമൊന്നു ചൊല്ലാം. അരേ ഓ യൂണിക്കല്ലേ, പേരിന്നെ വിളിച്ചേ പറയൂ. ഐഫോണിങ് റിംഗ് ടോണല്ലേ, കണ്ണീരുണ്ടേ നീ മറക്കൂ. എവിടെവിടെ നിന്നെ കണ്ടു, അവിടെ ഞാൻ എന്നെ കണ്ടു. ഈ മൊഴിയിൽ ഞാൻ അതിമധുരം, താനാ ഹൃദയം നീ എടുക്കൂ. നെഞ്ചിൽ എന്നും അലിയും നീ, എൻ കണ്ണിൽ എന്നും നിറയും നീ. മണ്ണിൻ കുളിരിൽ വളരും നീ, എൻ മനസ്സിൽ ചിമിഴിൽ തെളിയും നീയേ.
ആദിത്യ, ഇത് നീയാണോ ചെയ്തേ? ഇറ്റ്സ് ലവ്ലി ആൻഡ് യുണീക്. Yeah, don't you believe it? ആദിത്യ, നമ്മള് രണ്ടുപേരും ഇന്ന് ഉറങ്ങാതെ ഇങ്ങനെ തന്നെ ഇരുന്ന എന്ത് നന്നായിരുന്നേനല്ലേ. പാവം, ആരുടെയോ കുട്ടികൾ ഇപ്പൊ എന്റെ കുട്ടികളായി. അതേന്നെ, സത്യ പറഞ്ഞ. പാവം പിള്ളേരാ, അവർക്ക് ആരുമില്ല. അതുകൊണ്ട് ഞാൻ അവരെ ദത്തെടുത്തു. എന്തുകൊണ്ടാന്നറിയോ? എനിക്കും ആരുമില്ല. പാവ അദ്വൈക, അനാഥയാ. ഈ ലോകത്തില് നീ ഒരു യുണീക് പേഴ്സണാ. യു ആർ എ ഗോഡസ്. ദേവത ഒരിക്കലും അനാഥയായിരിക്കില്ല. തങ്കമിതാ എത്തി. അല്ല തങ്കം, നീ ഇതെവിടെ പോയതാ? ഞാനങ്ങോട്ടും പോയില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചായതുകൊണ്ടേ ഞാൻ അടുത്തുള്ള അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നതാ. പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് കൈവീശി വരുന്നത് ശരിയല്ലല്ലോ. അതെ മക്കളെ, ആ ടേബിളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നേ, നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ആ, ഇന്ന് പിടിക്ക് ബർത്ത്ഡേ ബേബി. ടേക്ക് ഇറ്റ്. വെയിറ്റ്, പിള്ളേരെല്ലാം ഒന്ന് സൈഡിലേക്ക് വന്നേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അദ്വൈക. ഹാപ്പി ബർത്ത്ഡേ. പിള്ളേരൊക്കെ വന്നേ. എല്ലാവർക്കും മുറിച്ച് തരാട്ടോ. കുറേശ്ശെ കഴിക്കണേ, ഷുഗർ വരും. തങ്കം, നീ ഇവിടെ കിടന്നോ. കുട്ടികളെ, നിങ്ങൾ അകത്ത് പോയി കിടക്ക. ഗുഡ് നൈറ്റ് കിഡ്സ്. ഗുഡ് നൈറ്റ്. എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടാ. നല്ല രസം ഇവിടെ. ശരി, നല്ല ബ്യൂട്ടിഫുൾ. നീ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടെത്തിയത് എൻ്റെ പ്രണയം നിന്റെ ഉള്ളിലും നിന്റെ പ്രണയം എൻ്റെ ഉള്ളിലുമാണ്. ഈ ലവ് എന്ന് പറഞ്ഞാലേ ഒരു മാജിക്കൽ ഫീലിംഗ് തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ബ്രോ. ആ പോവാ. ഏയ്, വരൂ വരൂ സർ. വെൽക്കം ടു മൈ ഷോപ്പ്. ഇവിടെ ഇരിക്കെ. ഓക്കെ. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്ന? കുറേ ദൂരം പോകാനുള്ളതല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ തിരിച്ചു വരുമോ? വരും. പ്രോമിസ്? പ്രോമിസ്. അതായത് എനിക്ക് ചെറിയൊരു ജോലി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ തിരിച്ചു വരും. ഓക്കെ അല്ലേ? പോകല്ലേ, പോണെന്ന് അത്യാവശ്യം. പ്ലീസ്, എന്നാ ഇവിടെ തന്നെ നിക്കാത്ത?
ഒപ്പം വന്നിടാൻ നിന്നോടൊന്നായി ചേരാൻ എൻ്റെ ഉള്ളം തേങ്ങുന്നല്ലോ. പൂവുകൾ മധ്യേയല്ലേ ഇതുവരെ ജീവിച്ചു നാം, തമ്മിൽ ചേർന്നിഹ ജീവിക്കാനായി കാലം കാത്തവരല്ലേ. ഓ മായല്ലേ എന്നേക്കുമായി എന്നീ വിട്ട് പോയിടല്ലേ. നീയാണെൻ്റെ ജീവാംശമേ, എൻ ജീവിതം ഇരുൾ മൂടുകയായി. നാമേറെ ദൂരത്താകിലും ഞാൻ നീറിത്തീരുമേ പൊന്നേ. നീ നോവിൽ ഏങ്ങിക്കേഴല്ലേ, നിനക്കായി ജന്മം കാത്തിടുമേ. എടാ നീ ഇനിയെങ്കിലും തിരിഞ്ഞിരിക്കേ. എത്ര നേരം എങ്ങനെ യാത്ര ചെയ്യാ? ഇല്ല ബ്രോ, ഇതുവരെയുള്ള എൻ്റെ സഞ്ചാരത്തിൽ പോകാനുള്ള ദൂരത്തെക്കുറിച്ച് മാത്രമേ ആലോചിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അവൾ വിട്ട് എത്ര ദൂരം പോകേണ്ടി വരുന്ന ആലോചിക്കുന്നത് ഈ ദൂരം വേദനിപ്പിക്കുന്നുണ്ട് ബ്രോ. മിസ്സിംഗ് മൈ യൂണിക്. ഇനി എത്ര ദൂരമുണ്ട് ബ്രോ? ഞാനല്ല തള്ളണ, പിന്നെ നീ എന്തിനാ ചോദിക്കണേ? ഇതാണ് പെട്രോൾ പമ്പ് ബ്രോ, ഉള്ളടിക്കല്ലേ? ഓ അമ്മച്ചി ഇത്തിരി പെട്രോൾ വേണമായിരുന്നു. ദാ എടുത്തോ മോനെ, ചെറുത് 50, വലുത് 100. നമ്മുടെ കയ്യിൽ കാശില്ല. റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. നീ തന്നെ ചെയ്തു നോക്ക്. മുത്തശ്ശി, ഞങ്ങൾക്ക് പെട്രോൾ വേണം, പക്ഷെ കയ്യിൽ പൈസ ഒന്നുമില്ല. പറയടാ. അമ്മച്ചി, ഞങ്ങളൊരു അത്യാവശ്യ കാര്യമായിട്ട് പോവാ. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കാശ് തരാം. ഇതിന്ന് കിട്ടുന്ന വെച്ചാ ഞാൻ കഞ്ഞി കുടിച്ചു പോകുന്നത്. ഇപ്പൊ തായോ, ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് പൈസ തരാം. മോനെ, നിങ്ങൾ എന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച്. ഞങ്ങൾ കാര്യമായിട്ട് പറയുന്നതാ, ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഉറപ്പായിട്ടും കാശ് നിങ്ങൾ തന്നേക്കാം. തിരിച്ചു വന്നിട്ട് എപ്പോ തരുമെന്നാ പറയുന്നത്? ഇത് വിട്ടിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. ഇതെന്തിനാ എനിക്ക്? ഹാപ്പി അല്ലേ? ഇത് നീ തന്നെ കൊണ്ടുപോക്കോ. ഇത് കൊടുത്ത അരിയൊന്നും കിട്ടത്തില്ലല്ലോ. കാശ് തന്നിട്ട് പോ മക്കളെ. പ്ലീസ് മുത്തശ്ശി, ഞങ്ങളുടെ അവസ്ഥ അങ്ങനൊന്നും പറയല്ലേ മക്കളെ. ഞങ്ങളിവിടെ ഒരുപാട് കഷ്ടത്തിലല്ലേ മോനെ. ദിവസം ഭക്ഷണത്തിനുള്ള കാശ് ഞങ്ങൾ നല്ല ആൾക്കാരാ. കാര്യമൊക്കെ ശരിയാ, വിശ്വസിക്കും. പക്ഷെ ഞാനിത് എന്ത് വിശ്വസിച്ച് നിങ്ങൾക്ക് തരും? തരില്ലേ? എന്നാ കൊണ്ടുപോക്കോ. സാരമില്ല, കൊണ്ടുപോക്കോ. ഞങ്ങൾ തിരിച്ചു വരുന്ന പൈസ തരാവേ. കാശ് എന്തായാലും ഞങ്ങൾ തരും. ഗുഡ് ജോബ് ബ്രോ. ഓപ്പൺ ചെയ്ത്. എടാ അതെ, ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി. അവിടെ ചെന്നിട്ട് ഒരാളെ കാണാനുണ്ട്. Who is it? അതൊക്കെ പറയാം, നീ വണ്ടി എടുക്ക്. ഓക്കെ ബ്രോ. അവിടെ നിന്ന് ലെഫ്റ്റ്. അവിടെ അവിടെ. ഇവരാരാ ബ്രോ? ഭയങ്കര മോഡേൺ കോസ്റ്റ്യൂമിലേക്കാണ് ഇരിക്കുന്നത്. എടിയോ, അങ്ങനൊന്നും പറയാൻ പാടില്ല ബ്രോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാവം കിട്ടും. അദ്ദേഹം വലിയൊരു സ്വാമിജിയാണ്. എന്താ ബ്രോ ഇത്? ഇദ്ദേഹം മനുഷ്യൻ തന്നെയല്ലേ? മനുഷ്യനാണ്, പക്ഷെ നമ്മളെ പോലെ സാധാരണക്കാരനല്ല. സോറി സ്വാമി, അറിയാതെ പറഞ്ഞു പോയതാ. അവൻ ഈ നാട്ടുകാരനല്ല. ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അനിയ. ഇവനിപ്പോൾ യാത്ര ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇവൻ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരാൻ പോകുന്നു. ഈ യാത്ര ഇവന്റെ ജീവിതത്തെ ഒരു വലിയ അത്ഭുതമാക്കി മാറ്റും. എന്താന്ന്? ഞാൻ അന്ധകാരത്തിൽ ജീവിക്കുകയാണെന്നോ? എന്റെ ജീവിതം ഇനി അങ്ങോട്ട് മാറാൻ പോവാന്നോ? അതേ മകനെ. ഇടാൻ നല്ല ഡ്രസ്സ് പോലും ഇല്ല, എന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കണം? പോളിഷ്നസ് ബ്രോ. ഓർമ്മ വെച്ചോളൂ മകനെ, മനുഷ്യൻ എപ്പോഴും അവന്റെ ഭാവി കാലം എങ്ങനെ മാറുമെന്ന് പ്രവചിക്കാനേ ആവില്ല. നന്നായി വരും. ഓ ഗ്രേറ്റ്. ആയുഷ്മാൻ ഭവ. വാ ബ്രോ. സ്വാമി, പോയിട്ട് വരാം. എന്നെ അനുഗ്രഹിക്കണം, എന്നെ മാത്രം.
ഹലോ എപ്പോഴാ ഏട്ടാ വീട്ടിൽ വരുന്നേ? ആ അല്ല എപ്പോ വരൂന്ന് നിങ്ങൾ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ലല്ലോ. എടി അതെ ഇവിടെ സിഗ്നൽ ഇല്ല, അതുകൊണ്ട് എനിക്ക് കോൾ ചെയ്യാൻ പറ്റാഞ്ഞേ. നിങ്ങൾ ആ സിഗ്നൽ കിട്ടുന്നിടത്തോട്ട് മാറി നിൽക്ക്. ഹലോ അതെ എനിക്കൊന്നും മനസ്സിലാവണില്ല, നീ പറഞ്ഞ കട്ടായി കേൾക്കുന്നേ. നിങ്ങളെ ഞാൻ സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടതല്ലേ, എന്നിട്ട് നിങ്ങൾ ആ വഴി എങ്ങോട്ടാ പോയത്? എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേന്ന്? നീ എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പൻ കപ്പലണ്ടി വാങ്ങിക്കാനായിട്ട് കോട്ടയത്ത് പോയെന്നാ? ആ കടലക്കറി. നിങ്ങളുടെ ATM കാർഡിന്റെ പിന്നൊന്ന് പറഞ്ഞു തന്നെ. ATM കാർഡ്, ATM പാസ്പോർട്ട്, ATM കാർഡ്, ATM കാർഡിന്റെ ശരി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവിടെ ഭയങ്കര ഇടിമഴ, സിഗ്നൽ കേട്ടാണ്. എന്റെ പൊന്നു, കല്യാണം കഴിക്കരുതളിയാ. എടാ ഇത് എന്താടാ ഇത്? എത്ര ദിവസമായി ഒന്നും കഴിക്കുന്നുമില്ല, ഈ നാട്ടുറോട്ടിൽ വന്നിങ്ങനെ കിടന്ന്. ആരോടെങ്കിലും കാശ് കടം ചോദിക്കാം? വേണ്ട ബ്രോ, എനിക്കുള്ള കണ്ടീഷൻസ് പ്രകാരം ഞാൻ ആരുടെ അടുത്ത് പോയി കാശോ സഹായോ ഒന്നും ചോദിക്കരുത്. ഒരേ ഒരു കാര്യം, എൻ്റെ കൂടെ ചേർന്ന് നീയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. നീ എന്താടാ അങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ കഷ്ടപ്പാട് കാണുമ്പോഴാണ് എന്റെ പ്രശ്നങ്ങളൊന്നും ഒന്നല്ലാന്നാ വന്നത്. അതുകൊണ്ടല്ല ബ്രോ, എനിക്ക് വിശപ്പെന്താണെന്നറിയില്ല, ബുദ്ധിമുട്ടുകൾ അറിയില്ല, ചെറിയൊരു വേദന പോലും അറിഞ്ഞിട്ടില്ല. അതൊക്കെ പാസ്റ്റില്. പക്ഷെ ഇപ്പം എല്ലാം അറിയാം എനിക്ക്. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു. ലെറ്റ്സ് സെലിബ്രേറ്റ് ദിസ് ചേഞ്ച്. ബി പോസിറ്റീവ്. എന്താ ഏട്ടാ ഇവിടെ ഇരിക്കുന്നത്? ഈ നാട്ടിൽ നിങ്ങൾ പുതിയതായിട്ടാണോ? ആ മോളെ, ഞങ്ങൾ കുറെ ദൂരത്തുനിന്ന് വരിക. ഈ നാട്ടിലുള്ള ആരും ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ റോട്ടിൽ കിടക്കുന്നത്. അയ്യോ, എന്താ മോളെ, നീ എന്തിനീ ജോലിക്ക് ചെയ്യുന്നത്? സ്കൂളിൽ പോകാറില്ല? മുൻപ് പോകുന്നുണ്ടായിരുന്നു, ഇപ്പൊ പോണ്ടെന്നാ പറയുന്നേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നൂടെ? വീട്ടിലെ ഞാനും എന്റെ അച്ഛനും മാത്രമേ ഉള്ളൂ ചേട്ടന്മാരെ. താങ്ക്സ് മോളെ, സമയങ്ങളുണ്ട്, പോയാലോ? അല്ല നമുക്ക് പോവാം ബ്രോ. ആ കൊച്ചു വിളിക്കുന്നത് കണ്ടില്ലേ? കൊതുകടി കൊണ്ട് കിടക്കണോ ഇവിടെ? വാ ചേട്ടാ, എന്റെ വീട്ടിലേക്ക് വാ. കൊച്ചു വിളിക്കല്ലേ, വാ പോവാം. ചേട്ടന്മാരെ, ആ വെള്ളത്തിൽ കാല് കഴിയിട്ട് ദേ ഇവിടെ ഇരുന്നോ. ആ ശരി മോളെ. എടാ നിന്റെ കാല് കഴിക്കോ? നീ പിന്നെ വെള്ളമല്ലല്ലോ, പേപ്പറിന്റെ ആളല്ലേ. സാൻഡ്വിച്ച് അതൊന്നും ചോദിക്കണ്ട, ഇപ്പൊ കൊണ്ടുവരും, നോക്കിക്കോ. ഓക്കെ. ബ്രോ, ഈ റോപ്സ് എന്താ? നല്ല വിശപ്പുള്ള സമയത്ത് ഇങ്ങനെ സംശയിക്കാൻ പാടില്ല. അച്ഛാ, അവര് നമ്മുടെ നാട്ടില് പുതുതായിട്ട് വന്നതാ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാ. ഇവിടെ വാഷ്റൂം എവിടെയായിരിക്കും? യാ ബ്രോ, ഇവിടെ മുഴുവൻ വാഷ്റൂംസ് അല്ലേ? കാണുന്നൊക്കെ വാഷ്റൂമാ. ചേട്ടന്മാരെ, എന്താ കഴിക്കാൻ വേണ്ടേ? ഇപ്പോഴത്തെ ഈ അവസ്ഥയില് എന്തായാലും കുഴപ്പമില്ല മോളെ. പിച്ചക്കാർക്ക് വരെ 4 നേരം ഭക്ഷണം കിട്ടുന്ന കാലം. എനിക്ക് അല്ല, ഇങ്ങോട്ട് തന്നേക്ക്. വാട്ടർ അല്ലടാ, കഞ്ഞിന്നാ പറയാ. ഇവിടെ ഇത് കിട്ടിയ മഹാഭാഗ്യ. കഴിക്കടാ ബ്രോ. ഞാൻ ഈ ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ചല്ല വിഷമിക്കുന്നത്, ആ കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട്. എന്താ ബ്രോ, മദർ തെരേസ പോലെ ഫോറിനിൽ നിന്ന് വന്നിട്ട് ഇന്ത്യ മുഴുവൻ നന്നാക്കാൻ പോവാ? അതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. നീ ഇരുന്ന് കഴിക്കാൻ നോക്ക്. നമുക്ക് നോക്കാം. നോക്കാം. ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ. താങ്ക് യു. ഇങ്ങോട്ട് തന്നെ കേട്ടാ. ഹാൻഡ് വാഷ് ബ്രോ. വാ, കൈ കഴുകാം. ബ്രോ, ഇത് രണ്ടുപേർക്കും കൂടി കംഫർട്ടബിൾ ആയി. എന്നാ നീ താഴെ കിടന്നോ. ഓക്കെ. പിന്നെ ഇവിടെ സ്വീറ്റ് റൂം ബുക്ക് ചെയ്തിരിക്കല്ലേ, വേണേ കിടന്നുറങ്ങടാ. വലിച്ചോണ്ട് പോലെ ബ്രോ. എന്താണ്, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബ്രോ പോയി കിടന്ന് ഉറങ്ങാ.
ആ കൊച്ചു ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയല്ലോ. ആ പെങ്കൊച്ച് ഭക്ഷണം കഴിച്ചില്ലെന്നോ? നീ എന്താ പറഞ്ഞ? ഞാൻ കണ്ടതല്ലേ. ചെല്ലു, പോയി നോക്കിട്ടോ. ആ നിക്ക് ചോദിക്കാം. ഒന്നുമില്ല ബ്രോ. ആ ഇതിലൊന്നുമില്ല. ആ കൊച്ചിനുള്ള ഭക്ഷണം നമുക്ക് തന്നിട്ട് കഴിക്കാതെ കിടന്ന്. ബ്രോ, ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നത് നല്ലതല്ല. അത് ശരിടാ ബ്രോ. നിനക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വല്ല ഐഡിയ ഉണ്ടോ? പിന്നെ അറിയാൻ പാടില്ല. പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് രസം ഉണ്ടാക്കി കൊടുക്കാന്നേ. ഓക്കെ, ലെറ്റ്സ് ഗോ. നോക്കി ഇപ്പൊ അടുപ്പിനകത്ത് പോയേനെ. ഇതിന്റെ ആവശ്യമുണ്ടോ? ആ ഇതൊക്കെ ആവശ്യമുള്ള ബ്രോ. എന്താ ബ്രോ? അത് അവിടെയല്ല ബ്രോ. നമുക്ക് ഇത് വെച്ച് എന്തെങ്കിലും ട്രൈ ചെയ്താലോ? എന്തിനാടാ ഇതെടുത്ത് തലവണ്ടയ്ക്ക് അടിക്കാനാ? അതൊന്നും വേണ്ട, ആവശ്യമില്ല. ബ്രോ, വാട്ടർ വറ്റി പോവോ? വാട്ടർ അതൊക്കെ വറ്റി കുറഞ്ഞോളും. ഇത് വറ്റി കഴിയുമ്പോഴേ ഇത് ടേസ്റ്റ് വരും, നല്ല ടേസ്റ്റ് ആവും. ആ സെറ്റാണ്. വിളിച്ചോ. റെഡി ആയോ? എന്നാ ഞാൻ ആ കൊച്ചിനെ വിളിക്കാം. വിളിച്ചോ. നീ വിളിക്കുമ്പോഴേക്ക് ഞാൻ ചോറെടുത്ത് ഇതിനകത്തേക്ക് ഇടാം. മോള് ഭക്ഷണം കഴിക്കാതല്ലേ കിടന്നുറങ്ങിയേ? വന്നേ, എന്നിട്ട് ഒന്ന് കഴിച്ചേ. മോളെന്താ ഭക്ഷണം കഴിക്കാണ്ട് കിടന്നേ? എങ്ങോട്ടിരുന്നോ? കഴിക്കേ. ചേട്ടനും അതിനൊന്നും കഴിച്ചില്ലല്ലോ. ഇല്ല മോളെ, എന്റെ വയറിഞ്ഞു. ഇല്ല, ഞാൻ കണ്ടതാ. താങ്ക്സ് ബ്രോ, ഇത് പ്രിപ്പയർ ചെയ്ത്. ഇനിയെങ്കിലും പോയി കിടന്ന് ഉറങ്ങേട്ടാ. മോള് പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. ഗുഡ് നൈറ്റ്. ഇന്ന് കുറെ അധികം പണിയെടുത്ത് ഞാൻ. നീ പൊളിയാടാ. വീട്ടിൽ ബിരിയാണി വെക്കുന്നവന് രസമൊക്കെ സിമ്പിൾ അല്ലേ? സ്റ്റുപ്പിഡ്, മാറ്റ്, കാല് മാറ്റ്. ഉറങ്ങാൻ സമ്മതിക്കില്ല. എഴുന്നേക്ക് ബ്രോ, നേരെ ഒരുപാടായി. ലെറ്റ്സ് മൂവ്. ആ മോളോട് പറഞ്ഞിട്ട് ഇറങ്ങാം. കുറെ നേരം ഉറങ്ങിപ്പോയല്ലേ? മോളെ, മോളെ. ആ ചേട്ടാ, ദേ വരുന്നു. നിങ്ങൾ എത്ര പെട്ടെന്ന് പുറപ്പെട്ടോ? ഞങ്ങളെന്നാ പോയേക്കും മോളെ. നോക്ക്, നന്നായി പഠിക്കണം. ഈ പ്രായത്തിൽ ജോലിക്കൊന്നും പോരുത്. ശരി ഏട്ടാ. ഇതെന്റെ കാർഡാ, വിളിച്ചാ മതി. ഞാൻ തിരിച്ചു വരും. ബൈ. ബൈ. ബൈ മോളെ. ബൈ ചേട്ടാ. ബൈ. ബൈ. ഈ മഹാലക്ഷ്മിയുടെ വീട്. നിങ്ങൾ ആരാ? ആര്യ കാണണ്ടേ? ഞാൻ സൂര്യനാരായണ വർമ്മയുടെ മകനാ. അയ്യോ, മനസ്സിലായില്ല മോനെ. ഞങ്ങൾക്ക് അച്ഛന് സുഖമാണോ? അമ്മോ വാ, കേറി വാ, അകത്ത് സംസാരിക്കാം. മോന് ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്ത് ചെയ്യാ മോൻ? അച്ഛനമ്മക്കൊക്കെ സുഖമല്ലേ? എത്ര നാളായി കണ്ടിട്ട്. ചെറുപ്പത്തിൽ കണ്ടതല്ലേ ഇവനെ. ക്ഷീണിച്ചു വന്നതല്ലേ? നീ ആദ്യം അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ അവളുടെ വർത്താനം പറച്ചില്. ഭക്ഷണം കഴിക്കാം. വാ മോനെ, വാ കഴിക്കാം. ചിക്കന് ലെഗ് പീസ് ബാക്കിയുള്ളത് അവനെ കൊടുത്തേക്ക്. ഇങ്ങനെ നോക്കിയിരിക്കല്ലേ, വേഗം കഴിക്ക്. ചിക്കൻ നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? നീ എന്തോരം ചിക്കൻ കഴിക്കുമായിരുന്നു. ഒന്ന് കഴിക്കാൻ പറയുന്നേ. ഞാൻ വിളമ്പാഞ്ഞിട്ടാണോ? ഈ പീസ് കൂടെ കഴിക്ക്. വർത്താനൊക്കെ പിന്നെ പറയാൻ. കഴിക്ക് മോനെ, നീയും കഴിക്ക്, എന്നിട്ട് സംസാരിക്കാം. ഇനി പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്തോ. ഫുഡ് നല്ല ടേസ്റ്റ്. മോളെ, ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചേക്കണേ. നിങ്ങൾ അവിടെ കിടന്നോ മക്കളെ. ഫ്രൂട്ട്സ് കഴിക്കുന്നതല്ല, ഇവിടെ കിടക്കാല്ലേ. എഴുന്നേക്കടാ. സമയം
സമയം ഒരുപാടായി പോകണ്ടേ? അല്ല ഇത്ര പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ നിങ്ങൾ സമയം ഇറങ്ങാൻ ഒരുപാടായി. നിൽക്കണോ? ഇപ്പൊ തന്നെ പോണോ മോനെ? അതൊക്കെ പിന്നെ ഒരിക്കലാവാലോ. ഇപ്പൊ ഞങ്ങൾ പോട്ടെ. കുറച്ചു ദിവസം കൂടി ഇവിടെ താമസിച്ചിട്ട് പോയേ പോരെ മോനെ. എത്ര നാള് കൂടിയിട്ടാ നിങ്ങളൊക്കെ കാണുന്നേ? പെട്ടെന്ന് ഇങ്ങനെ പോവാന്ന് പറഞ്ഞു ഒന്ന് പറ ചേട്ടാ. ഞാൻ പോയിട്ട് ഒരു ദിവസം തിരിച്ചു വരാം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഉള്ള സമ്പാദ്യമൊക്കെ പോയപ്പോ കടത്തില്ല. കടക്കാരെ കൊണ്ട് ശല്യമായി കഴിഞ്ഞപ്പോ അച്ഛനെ പിടിക്കോ പോയി. നിങ്ങളെ പോലുള്ള നല്ല ബന്ധുക്കളോടൊപ്പം ഞാൻ എന്തിനാ അലഞ്ഞു നടക്കുന്നത്? ഉറപ്പായിട്ടും തിരിച്ചു വരും. ചെറിയൊരു ജോലിയുണ്ട്, അതൊന്നും തീർത്തിട്ട് ഞാൻ എത്തിക്കോളാം. ശരി ശരി പൊയ്ക്കോ പൊയ്ക്കോ മോനെ. ഇനി വരണോന്നില്ല. മോനെ കുറെ നാളുകൾക്ക് ശേഷം വന്നുകൊണ്ടാണ് കയറ്റിയിരുത്തി സൽക്കരിച്ചത്. അത് മനസ്സിൽ വെച്ച് ഇവിടെ സ്ഥിരതാമസമാക്കാൻ നോക്കണ്ട. പിന്നെ നീ ഇവിടുത്തെ വേലക്കാരനും തമ്മിൽ എന്താടാ വ്യത്യാസമുള്ളത്? കാശുണ്ടെങ്കിൽ മാത്രമേ സ്നേഹമുള്ളൂ അല്ലേ? വർത്താനം പറഞ്ഞത് മതി, ഒന്ന് പോവാൻ നോക്കി. ഈ കാശുണ്ടല്ലോ, ഞങ്ങൾ കൊടുത്ത കാശ് വെച്ചിട്ടാണ് നിന്റെ അപ്പൻ ഇത്രയും വലിയ പണക്കാരനായി മാറിയത്. അതേ ഈ നടുക്കടലിൽ കൊണ്ട് നായയെ നിർത്തിയാൽ പോലും അത് നക്കി തന്നെയല്ലേ കുടിക്കത്തുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാ. നോക്കങ്ങള് ദിവസം 10 നേരം നിങ്ങൾ ആ കാശെടുത്ത് വീഴുന്നു. എന്റെ അച്ഛനെ കുറിച്ചൊന്നും പറയാൻ നിൽക്കരുത്. ആ മതി, ഒന്ന് പോവാൻ നോക്കിയേ. ഓരോന്ന് വലിഞ്ഞു കയറി വരും. ഇപ്പൊ എങ്ങോട്ട് പോവാന്ന്? വേറൊരു ബന്ധുവിന്റെ വീടും കൂടി ഉണ്ട്. ആ ബെസ്റ്റ്. ഇപ്പൊ ദേ ഒരുത്തനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേ ഉള്ളൂ. നീ അടുത്തവന്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുക. ഡാഡിയാണ് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ട് പോകുന്നത്. ഓക്കെ. അതെ അതെ, അവിടെ കണ്ട ഗ്രാമം. അയലരികത്ത് വലയെറിഞ്ഞപ്പോ ചേട്ടനോട് ചോദിച്ചു നോക്കാം. എടാ ഒന്നിങ്ങോന്നേ ഇവിടെ വാടാ. അങ്ങോട്ട് പോയി ചോദിക്കാം. അങ്ങോട്ട് പോകാൻ വഴിയില്ല. അതിർത്തി കിടക്കാൻ വന്നൊന്നുമല്ലല്ലോ, അവിടെ വരെ പോയപ്പോരെ. വാ നടന്നു പോ. ഏറെയാണ് വിചാരമെങ്കിലും നേരമായത് ചൊല്ലുവാൻ. എടാ മോനെ, ഈ രാമപുരത്തേക്ക് എങ്ങനെ പോകുന്നേ? അഡ്രസ് പറയുന്ന ഈ വെള്ളാരടിക്കും. അവൻ പറഞ്ഞു കേട്ടില്ലേ? ഓ പമ്പി ചെല്ല്. ഞാനോ? അഡ്രസ് പറയണെങ്കിൽ മര്യാദയ്ക്കൊന്ന് വെള്ളം അടിക്കും. ചെല്ല്. ആ ഇനി പറ, രാമപുരത്തേക്ക് എങ്ങനെ പോണ്ടേ? ആ വഴി പോയാൽ മതി. അപ്പൊ അങ്ങോട്ട് പോയാൽ എവിടെ എത്തും? ഈ പറഞ്ഞ സ്ഥലം മൊന്തഎടുത്ത് ഞാൻ തലവണ്ടി അടിച്ചു പൊട്ടിക്കും. അപ്പൊ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും രാമപുരം. രാമപുരം. രാമപുരത്ത് വന്നിട്ട് രാമപുരം എവിടെയെന്ന് വെച്ചാൽ ഞാനെന്ത് പറയും? ഈ രാമപുരത്തെ ജാനകിയമ്മയുടെ വീട് എവിടെയാ? രാമപുരത്ത് തന്നെയാ. നീ കൂടുതൽ കളിക്കാൻ നിന്ന് കരുതി ഞാൻ തലക്കടിക്കുന്നേ പറഞ്ഞു. ജാനകിയമ്മയുടെ വീട് എവിടെ മര്യാദയ്ക്ക് പറ. ഈ വഴിക്ക് പോവുക, എന്നിട്ട് കുണ്ടും കുഴിയുള്ളൊരു വഴി കാണാം. ആ വഴിക്ക് പോയാ കാണാൻ പറ്റും ഒരു വേലിയൊക്കെ കെട്ടിയ ചെറിയൊരു വീട്. അതാണ് ജാനകിയമ്മയുടെ വീട്. ഹലോ, ബാക്കി വെള്ളം ആരടിക്കും? നീ ഭ്രാന്തരാണിക്കുന്ന. ഞാൻ വീണ്ടും എടുക്കണ്ടേ ഇനി? അതുകൊണ്ട് കളഞ്ഞ. ഈ വീടാണെന്ന് തോന്നുന്നല്ലേ? ബ്രോ, നീ അന്വേഷിക്കുന്ന ആൾ ആദ്യം ഇവിടെ ഉണ്ടോന്നൊന്ന് ചോദിക്ക്. അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആവും. അതെവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ? എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഈ ജാനകി ഞാൻ തന്നെയാ. മോനേതാ? ഞാൻ സൂര്യനാരായണ വർമ്മയുടെ മകനാ. മോനെ, എന്റെ ചേച്ചിയുടെ മോനാണോ? വാ, കേറി വാ. വാ മോനെ, വാ. ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അവിടെ ഇരിക്കെ. ചേച്ചി, അതെ എന്റെ മോൻ, എന്റെ ചേച്ചിയുടെ മോനാ ഇത്. അമേരിക്കയിലുണ്ടെന്ന് പറഞ്ഞല്ലേ, അവനാ ഇത്. എന്റെ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മോനതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങളെല്ലാം മോന്റെ കൂടെ തന്നെ ഇല്ലേ. നീ എന്റെ ചേച്ചിയുടെ മോനല്ലടാ, എന്റെ സ്വന്തം മോനാ. എനിക്ക് മക്കളില്ലല്ലോ, അതുകൊണ്ടാ ദൈവം നിന്നെ എന്റെ മോനായിട്ട് ഇങ്ങോട്ടേക്ക് പായിച്ചത്. അതെ, നോക്കിയേ ആരാ വന്നിരിക്കുന്നത്. ഇതാരാന്ന് മനസ്സിലായോ? നിങ്ങൾ ഇരുന്നോ? ചേച്ചിയുടെ മോനാ. അമ്മായി, ഞങ്ങള് മോനെ ഒന്ന് ഇരിക്കേ. എടി നീ ഒന്നിങ്ങ് വന്നേ, വാ.
ഇത്രയും കാലമായിട്ട് നിനക്ക് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ദാ ഇത് വെച്ചോ, ഇതിരിക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ കയ്യില് ഇത് മാത്രമേ ഉള്ളൂ മോനെ തരാൻ. ആ ദാ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട്. ഇത് വിറ്റാ നിനക്ക് കുറച്ചുകൂടെ പൈസ കിട്ടും. അത് മോന്റെ ചെലവിന് വെച്ചോ. ഒന്നും വിഷമിക്കണ്ട. വേണ്ട, ഇതൊക്കെ കയ്യിൽ വെച്ചോ. ഇപ്പൊ ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം മാത്രം മതി. വേറെ എന്തെനിക്ക് വേണ്ടേ? അതല്ല മോനെ ഇത്. വേണ്ടമ്മായി, ഞാൻ വീണ്ടും വരും. ഇറങ്ങട്ടെ, പിന്നെ കാണാം. എന്തൊരു വിശപ്പാണളിയാ. അതെ ബ്രോ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. വയറിന്റെ ഉള്ളിൽ ചെറിയൊരു വേദന ഉള്ളത്. അതിനെ തന്നെ മലയാളത്തിൽ വിശപ്പെന്നും ഇംഗ്ലീഷിൽ ഹംഗ്രി എന്നും പറയുന്നത്. എന്തെങ്കിലും ഒന്ന് തിന്നാം ബ്രോ. ബ്രോ ബ്രോ അവിടെ ഇത് ഹോട്ടലാന്ന് തോന്നുന്നു. ഒന്ന് നിർത്തി. ഇവിടെയോ? പോസ് നിർത്ത്. സ്റ്റോപ്പ്. 2 പിള്ളേര് വരുന്നുണ്ട്, ചായ എടുക്ക. ആയിക്കോട്ടെ. എന്താ മക്കളെ, ചായക്കാണോ? അല്ല, ചായ വേണ്ട. നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാ മതി. വെറുതെ ചായ എടുത്തു. എന്തേലും ഉണ്ടോന്ന് നോക്കട്ടെ. ബ്രോ, ഇവിടെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാവും? ഹോട്ടലല്ലേ, എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാവും. വാ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. വാ. ഓക്കെ. എന്താ വിശപ്പ്, ഒരു രക്ഷയില്ല. താങ്ക് യു. മോനെ വെള്ളം. കടല അരച്ച് ചേർത്ത ചട്നി അത്. Feeling better? Thank you. Thank you മുത്തശ്ശി. നൈസ് ഫുഡ്. എത്ര രൂപ ചേച്ചി? 10 രൂപയായി മോനെ. ഞങ്ങൾ അത്രയും കഴിച്ചിട്ട് 10 രൂപയായുള്ളോ? അയ്യോ, അങ്ങനെയല്ല മോനെ, ഞങ്ങളിവിടെ ചായ മാത്രം ഉണ്ടാക്കുന്നേ. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് തന്നു. അതെന്താ ചേച്ചി, നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ അത്? അത് ഞങ്ങൾക്ക് തന്നാ പിന്നെ? ഞങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, ഒരു നേരം കഴിച്ചാൽ തന്നെ അധിക. നിങ്ങള് വിശന്ന് കയറി വന്നതല്ലേ, നിങ്ങൾക്ക് തരാതെ ഞങ്ങള് കഴിച്ചാലും സന്തോഷം ഉണ്ടാവില്ല. വലിയ ഉപകാരമായി ചേട്ടാ. അതൊന്നും സാരമില്ല മോനെ. താങ്ക് യു സർ. ലവ് യു. ശരി, പോയിട്ട് വരാം. എന്താ ബ്രോ ഇത്? ഡ്രിങ്ക്സ്? നോ ബ്രോ, ഞാൻ ഫോറിൻ ഡ്രിങ്ക്സ് മാത്രമേ കഴിക്കൂ. ഇതൊന്നും എനിക്ക് ഫോറിൻ ഡ്രിങ്ക്സ് ഒക്കെ ഇത് വെച്ചല്ലേ ഉണ്ടാക്കുന്നേ? ആണോ? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന ബ്രോ? അതിനെപ്പറ്റി ഇനിയിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്ക. ഓൺ ദ വേ ലോങ് ട്രീസ് കണ്ടില്ലേ? ദാറ്റ് പ്രൊവൈഡ്സ് മിൽക്ക്. മിൽക്കോ എന്ന് പറഞ്ഞാൽ ഈ ഐസ് മിൽക്ക്, മലയാളത്തില് കള്ളെന്ന് പറയും. ശരി, ഗെറ്റ് മീ ടു ഐസ് ക്യൂബ്സ്. ഐസ് ഞാൻ ഏത് ഇത്രയും പ്രായമായിട്ട് ഒരു കോപ്പ് പറയാൻ പാടില്ല. എന്താ ബ്രോ? ഈ നാട്ടിൽ ഐസ് ഒന്നും കിട്ടില്ല ബ്രോ. ഐസ് വെക്കുന്നത് ഇവിടെ ചത്ത മീനിന്റെ ശരീരത്തിലാ. അടിക്കാൻ അങ്ങോട്ട്. ബ്രോ, ഇത് ശരിക്കും ഡിഫറെന്റ് ആണ് ബ്രോ. നിനക്ക് വല്ല ജീരകവെള്ളം വേണം വാങ്ങിച്ചോണ്ട് വന്ന് തരാൻ. ഇതൊന്നും വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. വേണ്ടെങ്കിൽ തന്നെങ്കിൽ ഞാൻ കുടിച്ചോളാം. നോ ബ്രോ, ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്താ ബ്രോ ഇത്? 4 days ബ്രോ. 4 days ലൈഫ് മൊത്തം ചേഞ്ച് ആയില്ലേ? ഒരു വശത്ത് പൈസ അടിച്ചു മാറ്റാൻ നോക്കുന്നു, മറ്റൊരു വശത്ത് പൈസ തന്നിട്ട് എടുത്തോ എന്ന് പറയുന്നു. എന്താ ബ്രോ ഇതൊക്കെ? ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക്. കുറെ ബന്ധുക്കള്, അറിയാത്ത ആൾക്കാര്, മനസ്സിലാവുന്നില്ല എനിക്കൊന്നും. ചിലര് വീട്ടിൽ കയറ്റി ഭക്ഷണം തരുന്നു, കുറെ പേര് നമ്മളെ ഓടിക്കുന്നു. മൈ ഡാഡ് ഈസ് ഗ്രേറ്റ് ബ്രോ. ഫുഡില്ല, ബെഡില്ല. ഇതൊക്കെ എന്ത് കണ്ടീഷൻസാ ബ്രോ? ടൂ മച്ച് മോസ്കിറ്റോസ് ബൈറ്റിംഗ് ബ്രോ. ഇന്ത്യയിൽ ആവശ്യത്തിലധികം കൊതുകൾ ഉണ്ടെന്നേ. നാട്ടിലേക്ക് പോകുമ്പോഴേ ഇവിടെ നിന്ന് ആവശ്യത്തിന് വിളിച്ചോണ്ട് പോക്കോ കൂടെ. ബ്രോ, ഇപ്പൊ നമ്മൾ എവിടേക്കാ പോണ്ടേ ബ്രോ? എന്താന്ന്, എങ്ങോട്ടാ പോണ്ടെന്ന് അറിയില്ലേ? ആവശ്യമില്ലാതെ നിന്റെ കൂടെ വലിഞ്ഞേറി വന്നു. മര്യാദയ്ക്ക് എന്റെ പെണ്ണുമ്പിള്ളയുടെ കൂടെ ഇരുന്നാ മതിയായിരുന്നു. കുറച്ചെങ്കിലും സമാധാനം കിട്ടിയാനെ. റോഡ് അവസാനിക്കുന്ന എവിടെയാണോ അവിടെയും വരെ നമ്മൾ പോകും. റോഡ് അവസാനിക്കുന്നവരെ പോകും നമുക്ക്. റോഡ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുക?
ബ്രോ നിനക്ക് സത്യമായിട്ട് എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയില്ലേ? അതെ ചേട്ടാ, ഈ ധൃതി വെച്ച് എങ്ങോട്ടേ പോകുന്നത്? നാട്ടിൽ ഏതെങ്കിലും ഒരു ഐറ്റം വന്നാൽ നാട്ടുകാർ മുഴുവൻ അവിടെ ഉണ്ടാവും. ഐറ്റോ? ഐറ്റം എന്ന് പറഞ്ഞാ എന്താ അത്? അതൊക്കെ നിനക്ക് പറഞ്ഞുതരാൻ കുറെ സമയം എടുക്കും. നല്ല കിടിലായിരിക്കും. വാ നോക്കാം, പോ. അങ്കനമാരിലെ സുന്ദരിയാണവൾ, മംഗളരൂപിണിയാണേ. മിഴികത്തണ തീയോ പിടയ്ക്കണ മീനോ കൊത്തി വലിക്കണ ചൂണ്ട. നീ പൂത്തൊരു ചെടിയോ മാതകറാണി, മാമ്പഴക്കനിയോ മധുരിക്കും തേനോ, മൈനക്കിളിയായി നൃത്തം ചെയ്യും ശില്പം പോലൊരു പെണ്ണാ. പെണ്ണ് ഞാന കുടമല പോവല്ലേ, എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ നീയും പോരൂലേ. ഞാൻ മുത്തുമാല മുത്ത് പോലെ ചിലമ്പൊലി മൂളുമ്പോൾ, നിൻ ചങ്കിലാകെ ചിണ്ടമേള താളം മുറുകൂലേ. ഞാൻ വാട്സാപ്പിൽ ചാറ്റിട്ട്, ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട്, യൂട്യൂബിൽ നോക്കിട്ട്, ട്വിറ്ററിലാകെ തിരഞ്ഞെന്നെ. അവിടുണ്ടോ നീ, ഇവിടുണ്ടോ നീ, അങ്ങോ ഇങ്ങോ പോകുന്നോ നീ, കണ്ടാലുണ്ടോ നീയോ സിമ്പിൾ ഡാ. Yes, simple, 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 sometimes simple da. കണ്ടോ 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 കടക്കനാലെ നോക്കണ്ട. Simple, 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 sometimes simple da. കണ്ടോ 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 കടക്കനാലെ നോക്കണ്ട. ഇല്ലിയാന പെണ്ണ് ഞാന, നീ എന്നെ നോക്കില്ലേ, നോക്കി നിന്ന് കാന്ത കണ്ണിൻ കല്ലെറിഞ്ഞില്ലേ. അങ്കനമാരിലെ സുന്ദരിയാണവൾ, മംഗളരൂപിണിയാണ്. മിഴികത്തണ തീയോ പിടയ്ക്കണ മീനോ കൊത്തി വലിക്കണ ചൂണ്ട. നീ പൂത്തൊരു ചെടിയോ മാതകറാണി, മാമ്പഴക്കനിയോ മധുരിക്കും തേനോ, മൈനക്കിളിയായി നൃത്തം ചെയ്യും ശില്പം പോലൊരു പെണ്ണാ. ഫോണിൽ കോൾസ് എടുക്കാൻ വയ്യ, എന്റെ നെഞ്ച് പിടയ്ക്കുന്നേ. ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ ചെന്നാൽ കുട്ടിന് കൂട്ടായി അവനുണ്ടേ. ഐസ്ക്രീം പോലെ കൂളാണല്ലോ, ക്യൂട്ടി സ്റ്റൈലായി അവനുണ്ടേ. ബോയ്സിനൊപ്പം കറങ്ങാൻ പോയ എല്ലാം കളറായ ഫീലുണ്ട്. തേൻ തേടും മണ്ടല്ലേ, മറുതീരങ്ങൾ തേടല്ലേ, ഞാനെന്നും കൂട്ടുണ്ട്, ദൂരത്ത് പോകല്ലേ. ഒരു ഫീലായി മാറി നീ മനമാകെ നില്ല പൂക്കുന്നേ. പൂത്തത് മനക്കോട്ടയോ എല്ലാം എൻ ഭാവന. സിമ്പിൾ 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 sometimes simple da. കണ്ടോ 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 കടക്കനാലെ നോക്കണ്ട. സിമ്പിൾ 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 sometimes simple da. കണ്ടോ 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 കടക്കനാലെ നോക്കണ്ട. ബ്രോ 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 ഒന്ന് നിർത്തി, അവിടെ ചോട്ടി. അതെ അനിയ അനിയ, അതെ എനിക്കൊരു അഡ്രസ്സ് ഒന്ന് ഫ്രീ ആയിട്ട് പറഞ്ഞു തരൂ. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ പേരമ്പൂരത്തില്ലേ? അപ്പൊ ഇതിലെയാ? ഇതിലാണ് പൊക്കോ, വണ്ടി എടുക്ക്. എക്സ്ക്യൂസ് മീ. അല്ല, പേരമ്പൂർക്ക് ഈ വഴിയെ പോണെന്നല്ലേ പറഞ്ഞേ? എന്നാ ആര് പറഞ്ഞു? താനല്ലേ പറഞ്ഞേ ഈ വഴിയാ പോണ്ടേ? അതിലേ അല്ല, അവിടെ ഒരു അപ്പാപ്പൻ ഇതിലേ പോയാൽ മതി. അല്ലല്ല, പോലെ 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 ചിലപ്പോ വഴി തെറ്റിച്ച് പറഞ്ഞായിരിക്കും ചേട്ടാ. ഇവിടെ നേരെ പോയിട്ടെ ഈ റൂട്ട് തന്നെ ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 4 കൂടി ജംഗ്ഷൻ കാണും. അവിടെ നിന്ന് പിന്നെയും ലെഫ്റ്റ് എടുക്കണം. അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്രാമം കാണും. അവിടുന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുക്കുക. അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ സൺഗ്ലാസ് ഹെൽമെറ്റ് ഒക്കെ വെക്കുന്ന കട കാണും. നിങ്ങൾ ഈ ഹൈറ്റ് ഉള്ള ആൾ, ഇത്രയും ഹൈറ്റ് ഉള്ള ഒരാളല്ലേ? അതെ അതെ, അദ്ദേഹം എൻ്റെ അമ്മാവനാ. ഓ, പിന്നെ അവിടെ നേരെ തന്നെ പോയി കഴിഞ്ഞാ നിന്റെ മാമന് മോളുണ്ടാ? ആ കൊച്ചിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്റെ അമ്മായി സമ്മതിച്ചു, പക്ഷെ അമ്മാവൻ സമ്മതിക്കുന്നില്ല. അതൊന്നും ഒരു പ്രശ്നമാവില്ല ബ്രോ. എന്റെ പൊന്നു അഡ്രസ് അല്ല. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പിന്നത്തെ റൈറ്റ് എടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് നിങ്ങൾ പറയുന്ന ഈ സ്ഥലം. ഓക്കെ, താങ്ക് യു. ആദ്യം റൈറ്റ്. അവൻ പറഞ്ഞ റൂട്ടിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ല ബ്രോ, അവന്റെ കണ്ണ് കണ്ട് അറിഞ്ഞോളൂ സത്യം ഒന്ന്. അവൻ കറക്റ്റ് വഴി തന്നെ പറഞ്ഞു തന്നെ. അവന്റെ മാമന്റെ വീട്ടിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. ഫിൽമാൻ
ബ്രോ ഒന്ന് നിർത്തി. അവിടെ എന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കാം. ഞാനും വരാം നിക്ക്. നമുക്ക് മെനക്കെടാല്ലേ? ശ്ശോ. ഇത് മാറി. ആരെങ്കിലും ആംബുലൻസ് വിളിച്ചിട്ടുണ്ടോ? ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. കുറെ രക്തം പോയിട്ടുണ്ടല്ലോ. അതെ, ആരെങ്കിലും ഒരു തുണി. ഫോൺ ചെയ്തിട്ട് എത്ര നേരമായി? ഹലോ, ഇല്ല ചേട്ടാ, ഇല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. വണ്ടി പോയി. പോലീസ് കേസ് ആവുന്ന പേടിച്ചിട്ട് ആരും ഓട്ടോ നിർത്തുന്നില്ല. ഇല്ല ഒന്നുമില്ല, വണ്ടി പോരും. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. ആംബുലൻസ് വരുന്നുണ്ട്, വന്നോണ്ടിരിക്കുക. മാറി ഇവിടെ പതുക്കെ എണീക്കണേ. സൂക്ഷിച്ച് എടുത്തു. നീ ഇവിടെ കയറിയോ? ഞാൻ ഫ്രണ്ടിൽ കയറാം. സൂക്ഷിച്ച് കാല് പതുക്കെ. ബ്രോ നീ ബ്രോ എന്താ ബ്രോ എന്താ പറ്റിയേ? ബ്രോ, ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അല്ല ബ്രോ, നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ. ബ്രോ, 25 മിനിറ്റുകൾക്ക് മുമ്പ് അവരൊക്കെ ആരാ ബ്രോ? ഒരു പരിചയമില്ല. പക്ഷെ എന്റെ കൈ കിടന്നവര് മരിച്ചത്. എന്റെ കൈ വെച്ച് അവർ കണ്ണടച്ചത്. എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നേ? തെറ്റെന്റെ ഭാഗത്തില്ലെന്നറിയാം. പക്ഷെ എന്റെ കൈ കൊണ്ട് കൊന്നതുപോലെ എനിക്ക് തോന്നുന്നേ. ജീവൻ രക്ഷിക്കാൻ പറഞ്ഞവര് കെഞ്ചുമായിരുന്നില്ലേ ബ്രോ? എന്റെ കൈ പിടിച്ചവർ അപേക്ഷിക്കായിരുന്നു ബ്രോ. എന്റെ ഉള്ളിലുള്ള കുറ്റബോധം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതിനിപ്പം നീ എന്ത് ചെയ്തിട്ടാ? അവർക്ക് സമയമായി, അവർ പോയി. അവരുടെ മരണത്തിൽ വിഷമിക്കുന്നതിനേക്കാളും നിനക്കിങ്ങനൊരു മാറ്റം ഉണ്ടായാലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. സത്യമായിട്ടും ഞാനിതൊന്നും വിചാരിച്ചല്ല. നീ ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയതല്ല. ഇവിടെ എന്തിനാ ബ്രോ നിർത്താൻ പറഞ്ഞേ? ഇവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ? അതല്ല ബ്രോ, ഈ ഏരിയ എനിക്ക് നല്ല കണ്ടുപരിചയമുള്ളതുപോലെ. ഡാഡി എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? ബ്രോ നീ ഇങ്ങോട്ടാ പോന്നെ?
ഒരുപാട് താങ്ക്സ് കേട്ടോ. താങ്ക്സ് ഏട്ടാ. എക്സ്ക്യൂസ് മീ. സർ, ഇയാൾ ഡോക്ടറിനെ അന്വേഷിച്ച് വന്നു. ഹലോ ഡോക്ടർ. ഹായ്. ഐ എം ആദിത്യ. പറഞ്ഞോളൂ. ഡോക്ടർ ഇവിടെ എത്ര നാളെ സർവീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 26 വർഷമായിട്ട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വർഷത്തിൽ ഏകദേശം 2 തവണ ഞങ്ങൾ ക്യാമ്പ് വയ്ക്കാറുണ്ട്. ഓക്കെ. അല്ല, താനെന്തിനാ വന്നെന്ന് പറഞ്ഞില്ലല്ലോ? ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് എന്തോ പണ്ട് കണ്ട പരിചയമുള്ള പോലെ. എൻ്റെ ഡാഡി ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു വിട്ടു. ഡാഡിൻ്റെ പേര് സൂര്യനാരായണ വർമ്മ. അദ്ദേഹത്തെ അറിയോ നിങ്ങൾക്ക്? സൂര്യ മോനെ, നീ അദ്ദേഹത്തിന്റെ മോനാണോ? എൻ്റെ ഡാഡിന്റെ ചേട്ടൻ അറിയോ? പിന്നെ അറിയാതിരിക്കൂ. കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ആദ്യം ഇതുപോലെ ക്യാമ്പ് വെച്ചപ്പോ ഇവിടെ ആദ്യമായിട്ടുണ്ടായ കുഞ്ഞാ ഇവൻ. ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഓർമ്മ വന്നു. ജനിച്ചപ്പോഴേ ഇവന്റെ അമ്മ മരിച്ചു. 100 അമ്മമാരുടെ പാല് കുടിച്ച് വളർന്നവനാ ഇവൻ. നമ്മുടെ ആദിത്യ മോനാ ഇത്. സോറി സർ, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾക്ക് കുട്ടിയെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. അത്രയും പരിശ്രമിച്ചിട്ടും അമ്മയെ ഞങ്ങൾക്ക് വി ആർ വെരി സോറി. നിന്റെ മുഖം കണ്ടിട്ടും അദ്ദേഹം മനസ്സൊന്ന് ഒരുപാട് നേരം കരഞ്ഞടാ മോനെ. അമ്മയായി ഞാൻ പൊന്മണി പാടിടാം ഇന്ന് ആരിരോ. എന്റെ ഈ കരം തൊട്ടിലായി കൺമണി മെല്ലെ ചാച്ചടാ. ചിണുങ്ങല്ലേ വാവേ വാവോ, ചാച്ചിക്കോ മെല്ലെ മെല്ലെ. ആരാരീരാരിരോ, നീയല്ലേ ഉലകം പൊരുളും ഈ ജന്മം സഫലം പൊന്നെ. ചായുറങ്ങന്റെ ജീവനെ, പൂങ്കനവുകൾ 100,000 നിൻമിഴികളിൽ പൂക്കണം. പൂങ്കുയിലേ തേൻ കനിയേ എന്റെ നെഞ്ചിൽ ചായു നീ. അമ്മയായി ഞാൻ പൊന്മണി പാടിടാം ഇന്ന് ആരിരോ.
കൺമണി നീ വളരും നാളൻ കൺകോണിൽ തെളിയുമ്പോൾ സന്തോഷം കൊണ്ടെന്നുള്ളം സാന്ദ്രമായി. ആകാശത്തോളം മകനെ നീ വളരാൻ ഞാനെന്നും കണ്ണിമകൾ ചിമ്മാതെ കാത്തിടാം. നീയാണെന്നാനന്ദം മനമൊരുകും പ്രാർത്ഥനയും പൊന്മകനെ നിനക്കായി നാളുകളെന്നും. ഏതെല്ലാം കഷ്ടങ്ങൾ വന്നാലും തളരാതെ കഥനത്തിൻ തീക്കനൽ മേലെ പോയിടാം. കനവെല്ലാം കതിരായിടും എൻ മകനെ നീയൊരു നാൾ പുകളോലും ഉത്തമനായി മാറണം. നീയുലകിൽ വന്നിടാനായി തൻ ജീവൻ തന്നൊരു നിൻ അമ്മയ്ക്കായി നീയുലകിൽ വാഴണം. പാവങ്ങൾക്കാശ്രയമായി ആരെയും നോവിക്കാതെ ഉലകെല്ലാം നേടണം നീ സ്നേഹത്താൽ. ദൈവാനുഗ്രഹമോടെ നീ എന്നാളും വാഴണം. അതിനായി പ്രാർത്ഥിക്കുന്നു നിന്റെ അച്ഛൻ. സ്കൂള് നന്നായിട്ട് നടത്തണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എക്സ്ക്യൂസ് മീ. ഹായ് ഡാഡ്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യുവർ കോൾ മൈ സൺ. ജയിച്ചത് ഡാഡി തന്നെ. ഇപ്പൊ എന്നെയും ജയിപ്പിച്ചു. എന്റെ ജീവിതം തന്നെ വിജയിച്ചു. യാ മൈ ബോയ് ഇവാൻ ആദിത്യ. ഇന്ന് നിന്റെ ശബ്ദത്തിന് ഒരുപാട് മാറ്റമുണ്ട് മോനെ. അതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനിക്കാമല്ലോ അല്ലേ? ഇതിനു മുമ്പ് ഇതുപോലൊരു ഇമോഷൻ നിന്റെ ശബ്ദത്തില് ഞാൻ കേട്ടിട്ടില്ല. നിനക്കറിയില്ലാതിരുന്ന ഈ ഇമോഷൻ നിന്നെ അറിയിക്കാനാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. അമ്മയുടെ അടുത്ത് ഇപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. അമ്മയുടെ സ്നേഹത്തിന്റെ ഒരു കുറവില്ലെന്ന് അറിയിക്കാതെ അച്ഛൻ എങ്ങനെ ഇതുവരെ എന്നെ വളർത്തി? ഇപ്പൊ നീ എന്നെ അച്ഛാന്നല്ലേ വിളിച്ചത് മോനെ? ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയാ മോനെ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തത്. ഇതിനു വേണ്ടി 27 വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു. ജയിച്ചു മോനെ. ഇന്ന് ഞാൻ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ജയിച്ചിരിക്കുന്നടാ. ഞാൻ എന്റെ മകനെ എന്ത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചോ അത് പഠിപ്പിച്ചിരിക്കുന്നു. എടാ, നീ കുഞ്ഞിനാള് മുതല് ദുഃഖം, കണ്ണുനീര്, വേദന, പ്രയാസം ഇതൊന്നും അറിയാതെ വളർന്നത്. നിന്നെ ഒരു കളിപ്പാട്ടം പോലെ ചില്ലുകൂട്ടിലിട്ടാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. ചില്ലുകൂട്ടിലെ കളിപ്പാവ ഭദ്രമായിരിക്കുന്നിടത്തോളം കാലം കാണാൻ നല്ലതായിരിക്കും. എത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ടാ 100 സുനാമികൾ ഒന്നിച്ചു വന്ന് ആക്രമിച്ചാലും തകരാത്ത ഒരു ശില്പമായി നീ മാറണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. മനുഷ്യരെത്ര ഉയരെ പറന്നാലും അവസാനം താഴേക്ക് വരാതെ അവർക്ക് സമ്മാനം കിട്ടില്ല. മണ്ണിൽ കാല് കുത്തിയേ മതിയാവൂ.
ആ മണ്ണ് നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. മണ്ണെന്ന് പറയുന്നതാണ് അടിത്തറ. മനുഷ്യരെപ്പോഴും അടിത്തറ മറക്കാറുണ്ട്. കുറേശ്ശെയായി വളർന്നു വന്ന അവസാനം മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകും. പക്ഷെ എൻ്റെ മകൻ അങ്ങനെ ആകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണെന്നോ, അവൻ്റെ രക്തത്തിൽ ആ ഒറിജിനുണ്ട്, ആ എമോഷനുണ്ട്. അത് പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. വിവൻ ആദിത്യ എന്ന് പറഞ്ഞാൽ ഒരു കോടീശ്വരന്റെ മകനാണ്. മാത്രമല്ല, അവനൊരു കോടീശ്വരനുമാണ്. അതാണോ സത്യം? അങ്ങനെ ആവരുത്. എൻ്റെ മകൻ അങ്ങനെ ആവരുത്. നിന്റെ ഉള്ളിലുള്ള മനുഷ്യനെ നിനക്ക് കാണിച്ചു തരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ നീ ഒരു കംപ്ലീറ്റ് പേഴ്സൺ ആയി മോനെ. നിന്റെ പേരിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? വിവൻ ആദിത്യ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ലൈഫ്, പൂർണ്ണതയിലെത്തിയ ജീവിതം. ആദിത്യ എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഗോഡ്. പരിപൂർണമായ ജീവിതം എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശമുള്ളതായിരിക്കും. ഇനി നിനക്ക് ജീവിക്കാൻ തുടങ്ങാം. നിന്റെ ഉള്ളിലുള്ള മനുഷ്യനെ പോലെ നിനക്ക് ജീവിക്കാം. വിവൻ ആദിത്യയെ പോലെ. അച്ഛാ, യു ആർ എ ഗ്രേറ്റ് ലിവിംഗ് ലെജൻഡ്. ഏതൊരു മകനെയും സ്വന്തം അച്ഛൻ വളർത്തുന്നതിൽ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അച്ഛൻ അതെല്ലാം താണ്ടി മുന്നോട്ട് പോയി. എൻ്റെ ജീവിതത്തിലെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു മായയിലാണ് ജീവിച്ചത്. അതൊന്നും അറിയാതെ, എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്തൊരവസ്ഥ. എന്നോട് ഇത് മാത്രമല്ല നിന്റെ ലൈഫ്, ഇനിയും ജീവിക്കേണ്ട ലൈഫ്. നിന്റെ വേരുകളെ പറ്റി മനസ്സിലാക്കണം. നിനക്ക് ലഭിച്ച ഫലങ്ങളെ അനുഭവിക്കണം. മാത്രമല്ല, ജീവിതത്തിൽ ഇനിയും ഒരുപാടുണ്ടെന്ന് പറഞ്ഞു തന്നു. എനിക്കറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തന്നു. ഇതെല്ലാം അച്ഛൻ കാരണ. എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റും, ഞാൻ ആരാണെന്ന് മനസ്സിലായി. ഞാൻ ജീവിക്കും അച്ഛാ. ഈ നിമിഷം മുതൽ അച്ഛൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭംഗിയായി, മനുഷ്യത്വമുള്ള മനുഷ്യനായി, യുവൻ ആദ്യത്തെയായിട്ട് ജീവിക്കും ഞാൻ. ലൈഫ് ഈസ് ലോഡിംഗ് ഡാഡി. സിദ്ധാർത്ഥ ഗൗതം ബുദ്ധിയായി മാറിയില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് വലിയൊരു മഹാൻ ജനിക്കില്ലായിരുന്നു. നന്മയുള്ളവനായി ജീവിക്കുമ്പോഴാണ് അതൊരു ജീവിതമായി മാറുന്നത്. മാറ്റങ്ങൾക്ക് വേണ്ടി ജീവിതം നമുക്ക് ഓരോരോ അവസരങ്ങൾ തരും. നമ്മളാണ് അതിനനുസരിച്ച് മാറേണ്ടത്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും പല പ്രശ്നങ്ങളും ഉണ്ടാവും. വീണ്ടും യുവൻ ആദിത്യയുടെ യാത്ര തുടങ്ങുകയാണിവിടെ. തൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിനായി കണ്ടുമുട്ടേണ്ടവരെ അന്വേഷിച്ചുള്ള യാത്ര. ഒരു പ്രായം വരെ മാത്രമാണ് കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ നോക്കുന്നത്. അതിനുശേഷം സ്വന്തം ജീവിതം നേർവഴിക്ക് നടത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. എങ്കിലേ അവരുടെ ഭാവി ധന്യമാകൂ. ഞാൻ ഈ സിനിമ അവർക്കായി സമർപ്പിക്കുന്നു.
ഈ സിനിമ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും സന്തോഷം ഭവിക്കട്ടെ. മലരെ 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 കൺചാരെ കനവേ 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 വരുമോ വിൺതാരെ മഴയുണ്ടു കാടുനീളെ വെയിലുണ്ടു ചാറ്റുപോലെ കാണുന്ന സ്വപ്നമേതോ കൂടുന്ന വർണ്ണമേതോ ഇന്നു നീ പോരും ചാരേ തങ്കപ്പൂവേ പൂങ്കുല നീയേ തേനും നീതാൻ ആ പൂങ്കുല തേടും വണ്ടും ആ മധുവും നീതാൻ ചാറ്റൽ മഴയോ പെയ്യും കുളിരോ അറിയാതേതോ ഞാനോ കാറ്റിൻ മണമോ ആറ്റിൻ നിറമോ കനവിന്നേതോ നീയോ ദും 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 ഉല്ലാസത്തിനു പോകാം നാമൊന്നല്ലേ സല്ലാപമൊന്നു ചൊല്ലാം ദും 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 ഉല്ലാസത്തിനു പോകാം നാമൊന്നല്ലേ സല്ലാപമൊന്നു ചൊല്ലാം മലരെ 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 കൺചാരെ കനവേ 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 വരുമോ വിൺതാരേ കന്നിപ്പൂവേ പൂമണി മുത്തേ കണ്ണിൽ നീതാൻ എൻ കരളിൽ കൂടണയും നീ കൂട്ടിനു ഞാൻ താൻ എന്നെന്നും നീ എൻ സ്വന്തം തമ്മിൽ നാം ചേരും ബന്ധം ഏതോ മറിമായം മാത്രം എന്നും എനിക്കായി നീ മാത്രം പല വഴി നാം തമ്മിൽ പിരിയും ചില നേരം ഒന്നായി ചേരും പരിചയം ഒരു കാരണമല്ല ഇത് പ്രണയത്തിനൊരു പ്രിയവാക്യം പുത്തൻ പുതുമണി മലരേ ഞാൻ ഭൂമിയിൽ ഉണരും ഈ അനുനിമിഷം ദേവതപസ്സിൻ ചാരുതയായി നീ വന്നു മനസ്സിൽ പൂത്തിരിയായി ദും 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 ഉല്ലാസത്തിനു പോകാം നാമൊന്നല്ലേ സല്ലാപമൊന്നു ചൊല്ലാം അലരെ ഓ യൂണിക്കല്ലേ പേരിന്നെ വിളിച്ചേ പറയൂ ഐഫോണിങ് റിംഗ് ടോണല്ലേ കണ്ണീരുണ്ടേ നീ മറക്കൂ എവിടെവിടെ നിന്നെ കണ്ടു അവിടെ ഞാൻ എന്നെ കണ്ടു ഈ മൊഴിയിൽ ഞാൻ അതിമധുരം താനാ ഹൃദയം നീ എടുക്കൂ നെഞ്ചിൽ എന്നും അലിയും നീ എൻ കണ്ണിൽ എന്നും നിറയും നീ മണ്ണിൻ കുളിരിൽ വളരും നീ എൻ മനസ്സിൽ ചിമിഴിൽ തെളിയും നീ